അപ്പോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ എന്താ സൊല്യൂഷൻസ്? ഹായ്, എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ കേരളത്തിൽ നിന്നാണ്. ബത്തുമി ഷത്താറുസ്താവ് അലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും യൂണിവേഴ്സിറ്റിയുടെ അഭിപ്രായങ്ങളെ കുറിച്ചും അറിയാനായിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ഓക്കെ, പേരെന്താണ്? എന്റെ പേര് ആരോൺ ബേജി ജോർജ്. ഞാൻ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. എന്റെ പേര് ജസ്മി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കോളേജിലത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ബത്തുമി ഷത്താറുസ്താവ് അലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉൾവശത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റിയെ കുറിച്ചും എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചും അതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പൊ ആരോൺ, ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഫാക്കൽറ്റിയെ കുറിച്ച് എന്താണ് ആരോണ് പറയാനുള്ളത്? ഞാൻ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനിവിടെ ചുറ്റുപാടുകളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ടു. കാരണം ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി പറയാനാണെങ്കിൽ ഇവര് ഇവരുടേതായ ഫീൽഡുകളിൽ വളരെ പ്രഗത്ഭരും ഇവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റലുകളിലെ സീനിയർ ഡോക്ടേഴ്സുമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ക്ലാസ് റൂംസ് ആണെങ്കിൽ തന്നെ വളരെ ഹൈലി എക്വിപ്ഡ് ആണ്, വളരെ മോഡേൺ ആണ്. കാരണം ഇവിടെ പ്രൊജക്ടേഴ്സും കമ്പ്യൂട്ടേഴ്സും ഒക്കെ വെച്ചിട്ട് വളരെ നല്ല രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ലാബ് ആണെങ്കിൽ ഹൈലി എക്വിപ്ഡ് ലാബ്സും റേസിംഗ് മെറ്റീരിയൽസും എല്ലാം ഉണ്ട്. ഇവിടെ ലൈബ്രറീനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഹൈലി കളക്റ്റഡ് ബുക്സുകളുണ്ട്. നമുക്ക് അവിടെ പോയിരുന്ന് പഠിക്കാം, നമുക്ക് അവിടുത്തെ ബുക്കുകൾ റെഫർ ചെയ്യാം. റീസൻസ് മെറ്റീരിയലുകളാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്കിവിടെ വന്നിരുന്ന് പഠിക്കാനായിട്ട് വേറെ വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ട്. ഇവിടുത്തെ പഠിത്ത രീതികൾ എങ്ങനെയുണ്ട്, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് ടീച്ചേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളിപ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാലും അവർ നല്ല പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കി തരും. പിന്നെ ഒരു MBBS സ്റ്റുഡന്റ് എന്ന നിലയിൽ അടുത്ത 6 വർഷത്തേക്ക് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് അവർ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് 4 ഹോസ്പിറ്റലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. റിഫറൽ ഹോസ്പിറ്റല്, മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റല്, മെഡീന ഹോസ്പിറ്റല്, റിഫറൽ ഹോസ്പിറ്റല്. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പ്രാക്ടീസസും ക്ലിനിക്കൽസും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് സെം സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ കൗൺസിലിംഗ് ഇല്ല. പക്ഷെ നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഫെസിലിറ്റീസും മൊത്തം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതില് സോളിഡ്, ലിക്വിഡ്, അതുപോലെ ഗ്യാസ്, ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ച് ഓരോ ടോപ്പിക്സ് ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അല്ലേ? അതെ മിസ്. നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് സോളിഡ്. കേട്ടോ, സൊല്യൂഷൻ ഓഫ് എന്താണ് പറയാ? സോളിഡ് ഇൻ ലിക്വിഡ്. കേട്ടോ, സൊല്യൂഷൻ ഓഫ് എന്താണ് പറയാ? സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ്, അതിന് സൊല്യൂട്ട് സോളിഡ് സ്റ്റേറ്റിലും സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിലും വരുമ്പോഴാണ്. കേട്ടോ, ആ സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അബൌട്ട്, ഇപ്പൊ പഠിക്കാൻ പോകുന്നത് അബൌട്ട് എന്താണ് പറയാ? എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മള് എന്താ പഠിക്കാൻ പോകുന്നത്? സൊല്യൂഷൻസ് ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ്. കേട്ടോ, സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന് ഫസ്റ്റ് സ്റ്റഡി അബൌട്ട് സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. കേട്ടോ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. കേട്ടോ, അപ്പോ സൊല്യൂഷൻ വിച്ച് റിമെയിൻസ് ഇൻ കോണ്ടാക്ട് വിത്ത് എക്സെപ്റ്റ് സൊല്യൂട്ട്. അതായത് നമ്മളൊരു ഗ്ലാസ് വെള്ളം, അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കലക്കി, 2 സ്പൂൺ ഉപ്പിട്ട് കലക്കി, അങ്ങനെ ഓരോ സ്പൂൺ ഉപ്പിട്ട് കലക്കി ഇരിക്കുമ്പോ എപ്പോ മുതലാണോ ഉപ്പ് സോലുബിൾ ആവാതെ ആവുന്നത്, അതായത് എല്ലാ വാട്ടറിന്റെ സ്ഥലത്തും എവ്രിവേർ ഉപ്പിന്റെ കണികകള് ഡിസോൾവ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് മാക്സിമം സോലുബിൾ ആവേണ്ട സൊല്യൂട്ടുകൾ സോലുബിൾ ആയിട്ട് അതിൽ ഇനി എക്സസ് ആയിട്ട് എടുക്കാൻ പറ്റാത്ത ആ സിറ്റുവേഷൻസ് വരുമ്പോ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താ വിളിക്കുക മക്കളെ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അവരെയാണ് നമ്മള് സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് വിളിക്കാം. ഓക്കെ,
ഓക്കെ മാം. ഇനി സൊല്യൂഷൻസിന്റെ സോളിബിലിറ്റി ആണ് നമുക്ക് നോക്കുക. സൊല്യൂഷന്റെ സോളിബിലിറ്റി, അതായത് നമ്മള് ഇത്രയുള്ളത് സോളിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ amount of solute 100 gram of solvent to form a saturated solution. കേട്ടോ, അതായത് 100 gram of സൊല്യൂഷനിൽ എത്ര amount of solute ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സോലിബിലിറ്റി. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, amount of solute in a solution, that is known as solubility. കേട്ടോ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് പറയാം. അപ്പോ ഈ സോലിബിലിറ്റി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, സോലിബിലിറ്റി എന്ന് പറയുന്ന ആള് ആക്ച്വലി ഇപ്പൊ നിങ്ങൾ നേരെ വിളിച്ചാൽ ഇരിച്ചു അമ്മോട് പറയാം, അമ്മ ഒരു ഗ്ലാസ് ചായ, അമ്മ ചായ കൊണ്ടുവന്നു. അമ്മ ചിലപ്പോ അതിൽ എന്ത് ചെയ്തില്ല, ചായയില് 2 പ്രാവശ്യം അറിയാതെ മധുരം ഇട്ടു. അപ്പൊ നിങ്ങൾ പറയാം, അമ്മേ ഇതിൽ ഭയങ്കര മധുരം കൂടുതലാണല്ലോ എന്ന് പറയാം. അപ്പൊ മധുരം കൂടുതലാണല്ലോ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മോട് നിങ്ങൾ പറയാറുണ്ടോ, അമ്മേ ചായയില് വെള്ളം കൂടിയത് കൊണ്ട് മധുരം കുറഞ്ഞു, ചായയില് പാല് കൂടിയത് കൊണ്ട് മധുരം കുറഞ്ഞെന്ന് നിങ്ങൾ പറയാറുണ്ടോ? നമ്മൾ പറയാറില്ലല്ലോ. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്ത് പറയാന്ന് ചെയ്യാൻ നമ്മൾ പറയാ, നമുക്ക് സൊല്യൂട്ടിന്റെ എമൗണ്ട് ആണ് നമ്മൾ പറയാം. അതായത് ഉപ്പ് കൂടി, പഞ്ചസാര കുറഞ്ഞു, കടുപ്പം കൂടി, മീൻസ് എപ്പോഴും സോല്യൂട്ടുകളുടെ എമൗണ്ട് ആണ് നമ്മൾ പറയാം. അതായത് അവിടെ അമ്മോട് പറയുന്നത് ആ ടേസ്റ്റിന്റെ കാര്യമൊക്കെ ആക്ച്വലി എന്താണ്, സോലിബിലിറ്റി ആണ്, ആക്ച്വലി കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോ ഈ സോളിഡ് സൊല്യൂഷൻസിന്റെ എന്ത് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് മീൻസ് സോലിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? ദ ഫാക്ടേഴ്സ് വിച്ച് എന്താണ് എഫക്റ്റിംഗ് സോലിബിലിറ്റി. അപ്പൊ ഏത് സൊല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കണേ, സോൾഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ, അതായത് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ. അങ്ങനെ സോളിഡ് സ്റ്റേറ്റിലുള്ള എന്താണ് മക്കളെ സൊല്യൂട്ടുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മള് അവരുടെ സോലിബിലിറ്റി, അതിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് ഫാക്ടർ പറയുമ്പോൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് സോലിബിലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ് കേട്ടോ. അപ്പോ ഡിസോസിയേറ്റിംഗ് എൻഡോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് നമ്മൾ പറയാം, നമ്മൾ വെള്ളത്തിലേക്ക് കമ്മ്യൂണിറ്റിയാണ് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുക. അങ്ങനെ സോഡിയം ക്ലോറൈഡോ ഏതെങ്കിലും ഒരു സൊല്യൂട്ടോ വെള്ളത്തിലിട്ട് ഡിസോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ, വെള്ളത്തിലിട്ട് എന്ത് ചെയ്യുന്ന മക്കളെ, നമ്മളെ ഡിസോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ വെള്ളത്തിലിട്ട് ഡിസോൾവ് ചെയ്യുമ്പോ അത് അയോൺസ് ആയിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിസോസിയേഷൻ. അപ്പൊ ഡിസോസിയേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എവറി ടൈം ഡിസോസിയേഷൻ എന്ന് പറയുന്ന സാധനം ഒരു എൻഡോതെർമിക് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്താണ് തക്കുടു എന്തോ എന്ന് ടീച്ചർ പഠിപ്പിച്ചത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോ എൻഡോതെർമിക്. അപ്പൊ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം. അപ്പോ സോലിബിലിറ്റി ഓഫ് ദ സൊല്യൂട്ട് ഇൻ ലിക്വിഡ്സ് എന്ന് പറയുന്നത്, സോൾവെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ടെമ്പറേച്ചർ കൂടുമ്പോ കൂടും കേട്ടോ. മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടുമ്പോ കൂടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്നുമില്ല. നിങ്ങള് എന്ത് ചെയ്യാണ്, പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പ് കലക്കുന്നതാണോ ചൂടുവെള്ളത്തിൽ ഉപ്പിടുമ്പോഴാണോ പെട്ടെന്ന് സോലിബിൾ ആവുക? ചൂടുവെള്ളത്തിൽ. അത്രയുള്ളൂ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിഡ് സൊല്യൂഷൻസിന്റെ എന്താണ് സോലിബിലിറ്റി കൂടുന്നു. ഓക്കെ, ഇനി ഇപ്പോ നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം കേട്ടോ. എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, അങ്ങനെയാണെങ്കിൽ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പൊ എൻഡോതെർമിക് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, എക്സോതെർമിക് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ജസ്റ്റ് ഒന്ന് നോക്കിയത്. എൻഡോതെർമിക് ആരൊക്കെയാണ്, NO2, KNO3, NaCl, അതൊക്കെ എൻഡോതെർമിക് ആയിട്ടുള്ള സൊല്യൂട്ടുകളാണ്, ഡിസോസിയേറ്റീവ് സൊല്യൂട്ടുകളാണ്. ലിഥിയം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം സൾഫേറ്റ്, സീസിയം സൾഫേറ്റ്, ഇവരൊക്കെ സൾഫേറ്റുകൾ കാർബണേറ്റുകളൊക്കെ അവരൊക്കെ എക്സോതെർമിക് ആയിട്ടുള്ള എന്താണ് സൊല്യൂട്ടുകളാണ് കേട്ടോ. ഇവരെല്ലാം എൻഡോതെർമിക് ആയിട്ടുള്ള സൊല്യൂട്ടുകളാണ്. അപ്പൊ അതാണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് നോട്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ആര് വരുമ്പോഴൊക്കെയാണ് എൻഡോതെർമിക്, ആര് വരുമ്പോഴൊക്കെയാണ് എക്സോതെർമിക്. എൻഡോതെർമിക് വരുമ്പോ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു,
solubility increase ചെയ്യും. എക്സോതെർമിക് വരുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യും കേട്ടോ. ആ സാധനമാണ് വണ്ടിയിൽ വേണ്ടത്, ആ സാധനമാണ് വണ്ടിയിൽ വേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മിസ്. യെസ്. അപ്പം എക്സോതെർമിക് റിയാക്ഷന്റെ ടെമ്പറേച്ചർ കുറച്ചാൽ സോലിബിലിറ്റി കൂടുമല്ലേ? യെസ്. തക്കുറ എക്സോ, തക്കുടു എൻഡോ. ഓർമ്മയില്ലേ? യെസ് മാം. യെസ്. എന്റെ കൂട്ടാ സ്ലൈഡ് മാറ്റി. ആ യെസ്. സ്ലൈഡ് മാറ്റില്ലേന്നാണോ? ആ യെസ് മാം, അത് നോട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആണോ? നോട്ട് ചെയ്തോണ്ടിരിക്കണോ? ആക്ച്വലി ഇതിന്റെ PDF ടീച്ചർ ഇതന്നെ അയച്ചു തരാം കേട്ടോ ടീച്ചർ, ടൈം കളയണ്ട. ഇപ്പൊ എഴുതിയിരിക്കണോ നല്ലത്? ടീച്ചർ ഇതന്നെ സ്ലൈഡ് തന്നെ PDF തന്നാൽ മതിയില്ലേ? ഓക്കെ മാം, ഓക്കെ അത് മതി. ഞാൻ അതിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ടീച്ചർ നാളെ തന്നെ ഇത് PDF മോർണിംഗ് തന്നെ ഇട്ട് തരാം കേട്ടോ. ഓക്കെ മാം. ഇതാണ് ഇട്ട് തരാം. ഇതാണ് ഇട്ട് തന്ന പോലെ. നാളെ ക്വസ്റ്റ്യൻസ് കിട്ടില്ലേ ക്യൂബിയത്തിന്റെ? യെസ് മാം. അതുപോലെ ഇട്ടാ. യെസ്. അപ്പോ അടുത്തതാണ് നേച്ചർ ഓഫ് സോൾവെന്റ് കേട്ടോ. നേച്ചർ ഓഫ് സോൾവെന്റ് കേട്ടോ. നേച്ചർ ഓഫ് സോൾവെന്റ് കേട്ടോ. സോ നേച്ചർ ഓഫ് സോൾവെന്റ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് വെക്കാം. നേച്ചർ ഓഫ് സോൾവെന്റ് എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചർ അനുസരിച്ച് കേട്ടോ. സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചർ അനുസരിച്ച് എന്ത് സംഭവിക്കും? സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചർ അനുസരിച്ചിട്ട് ആക്ച്വലി എന്തുണ്ടാവുന്നുണ്ട് കേട്ടോ. കേട്ടോ, നമുക്ക് നേച്ചർ ഓഫ് സൊല്യൂട്ട് സോൾവെന്റ് അനുസരിച്ച് സോലബിലിറ്റി കൂടും. പെട്ടെന്ന് സോലബിൾ ആവുന്നതാണെങ്കിൽ ഈസിലി എന്താണ് മക്കളെ വിസിബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് സോലബിൾ ആവും. ലെസ് വിസിബിൾ ആണെങ്കിൽ അധികം സോലബിൾ ആവില്ല. പിന്നെ നാച്ചുറൽ വെച്ച് പറയുമ്പോൾ ലൈറ്റ് ഡിസോൾവ്സ് ഇൻ ലൈറ്റ്. അതാണ് പറയുന്നത്. ലൈറ്റ് ഡിസോൾവ്സ് ഇൻ ലൈറ്റ്. ലൈറ്റ് ഡിസോൾവ്സ് ഇൻ ലൈറ്റ് കേട്ടോ. ലൈറ്റ് ഡിസോൾവ്സ് ഇൻ ലൈറ്റ്. അതായത് നമ്മൾ പോളാർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആണ് വിചാരിക്കുന്നത്. dissolves in എന്താണ് മക്കളെ? പോളാർ ആയിട്ടുള്ള സൊല്യൂട്ടുകൾ ഡിസോൾവ്സ് ഇൻ പോളാർ സോൾവെന്റ്. അതായത് ലൈക്ക് ഡിസോൾവ് പോളാർ ആയ സോൾവെന്റ് പോളാർ സോൾവെന്റിലായിരിക്കും ഡിസോൾവ് ചെയ്യും. ഇനി നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ആണെങ്കിൽ സൊല്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും? നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റിലായിരിക്കും ഡിസോൾവ് ചെയ്യും. മനസ്സിലായോ? പോളാർ ആയിട്ടുള്ള ആള് നോൺ പോളാർ ആയിട്ടുള്ളവര് ഒരിക്കലും ഡിസോൾവ് ആവില്ല. ഒരേ സ്വഭാവമുള്ളവരെ മാത്രമാണ് കൂട്ടി എന്ത് കിട്ടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചെന്ന് വിചാരിക്കാം. യെസ്, വെള്ളത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചെന്ന് വിചാരിക്കാം. സോ വെള്ളത്തിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ വെള്ളം എന്ന് പറയുന്ന പോളാറും മണ്ണെണ്ണ എന്ന് പറയുന്നത് നോൺ പോളാർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ അത് വിസിബിൾ ആവില്ല. പെട്രോൾ ഒഴിക്കുമ്പോൾ വിസിബിൾ ആവില്ല കേട്ടോ. അങ്ങനെ വരുന്നതാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് എന്ന് പറയുന്നത് പോളാർ ആൻഡ് നോൺ പോളാർ. പോളാർ ആൻഡ് നോൺ പോളാർ. ഓക്കെ 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 മിസ്. അപ്പൊ ലൈഫ് ഡിസോൾവ്സ് ആയിരുന്നു ആലോചിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഇനി അപ്പൊ നമുക്ക് ആക്ച്വലി സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിനെ ഇത്ര പറയാനുള്ളത്. കണ്ടീഷൻസ് പറയുമ്പോൾ ടെമ്പറേച്ചറിന്റെയും നേച്ചറിന്റെയും എഫക്ട് പ്രഷറിനെ എഫക്ട് ചെയ്തില്ല കേട്ടോ. പ്രഷറിനൊന്നും പിന്നെ എഫക്ട് ചെയ്തില്ല. ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അടുത്തത് നമ്മള് എന്ത് പറയുന്നത്? അടുത്തത്
സോളിബിലിറ്റി ഓഫ് ഗ്യാസസ്. എന്താണ് പറയുക? സോളിബിലിറ്റി ഓഫ് ഗ്യാസസ്. അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഗ്യാസ് പ്ലസ് ലിക്വിഡ്. കേട്ടോ, അടുത്ത് പറയാൻ പോകുന്നത് നമുക്ക് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിലാണ്. എവിടെയാണ് പറയാൻ പോണത്? ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. അതായത് ഇവിടെ നിങ്ങൾ പഠിക്കാത്തൊരു ടോപ്പിക്കാണ്, പഠിക്കാത്ത ടോപ്പിക്കാണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. അതായത് ഒരു വോളിയം ഗ്യാസ് reduced to NCP, dissolved in unit volume of the solvent, particle temperature and 1 atmospheric pressure of the gas എന്ന് പറയാം. അതായത് ആക്ച്വലി ഈ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഇറ്റ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. കാരണം സോളിബിലിറ്റി ഓഫ് ഗ്യാസ് എപ്പോഴും അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. That is, which is defined as the volume of gas reduced to NTP. What do you mean NTP? And then NTP, normal temperature pressure. Normal temperature എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. കേട്ടോ, പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നെഗറ്റീവ് പ്രഷർ. കേട്ടോ, അപ്പോ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ 1 പ്രഷറിലേക്ക് റെഡ്യൂസ് ചെയ്യാം. കേട്ടോ, ആൻഡ് ഡിസോൾവ് ബൈ യൂണിറ്റ് വോളിയം. ഇപ്പൊ നമ്മൾ യൂണിറ്റ് വോളിയത്തില് യൂണിറ്റ് ടെമ്പറേച്ചറില് നമ്മൾ ഒരു ഗ്യാസിയസ് സൊല്യൂട്ടിനെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം വോളിയം നമ്മൾ എടുത്തു സൊല്യൂട്ടിന്റെ, ദാറ്റ് ഇസ് നോൺ ആസ് സോളിബിലിറ്റി. ഓക്കെ, ദാറ്റ് ഇസ് നോൺ സോളിബിലിറ്റി. ഓക്കെ ഓക്കെ അതായത് എൻ ടി പിയിലേക്ക് മാറ്റാൻ. എൻ ടി പി എന്ന് വെച്ച് കഴിഞ്ഞാല് പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 180 പ്രഷർ എന്ന് പറയുന്നതാണ് കേട്ടോ. ഇത് നോക്കാം, ചില ഗ്യാസുകളെ എന്ത് ചെയ്യാണ്, ഓരോ സോൾവെന്റിലേക്കും ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ് നമ്മളോട് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ വാട്ടറിലെ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഡിസോൾവ് ചെയ്യുമ്പോൾ temperature coefficient is absorption coefficient പറയുമ്പോൾ 0.17, 0.15, 0.28, 0.88 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഓർഡറിലെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കറക്റ്റ് ഇംഗ്ലീഷിലോട്ട് പഠിച്ചു വെക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ആരാമത്തെ ഏറ്റവും കുറവ് നൈട്രജൻ. നിങ്ങൾ പഠിക്കുമ്പോൾ നൈട്രജൻ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ കാർബൺ, അങ്ങനെ ഓർഡർ പഠിച്ചു വെച്ചു. ഇങ്ങനെ വെവ്വേറെ നോക്കണം, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അതായത് ആ ഓർഡർ നോക്കി വെച്ചാൽ മതി. ബാലൻസ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓർഡർ NHOCO2 കേട്ടോ, NHOCO2 എന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിക്കണ്ട. അതുപോലെ എഥനോളിലാണെങ്കിലും എന്താ അവർ ഇൻക്രീസിങ് ഓർഡറുകൾ പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ ഓരോന്നിനും വാല്യൂ പർട്ടിക്കുലർ ആയിട്ടൊന്നും നോക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണ് ഓക്സിജൻ ഇത്രയാണ്, ഹൈഡ്രജൻ 0.017 ആണ് എന്നൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്നൊന്നും പഠിച്ചു വെക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ എന്താണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്നൊന്നും മാത്രം നിങ്ങളുടെ മണ്ടയിൽ ഉണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. കേൾക്കുന്നില്ല കേട്ടോ.
കുറെ കോൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. കേൾക്കാനുണ്ടോ ഇപ്പൊ? ഇപ്പൊ കേൾക്കാനുണ്ടോ ഇതില്? ഹലോ. യെസ്, ഓക്കെ കേട്ടോ. ഞാൻ വിളിച്ചിട്ട് വന്നോന്നാണ് ആലോചിക്കുന്നത്. കാണുന്നില്ലടാ പിള്ളേരെ? പിള്ളേരെ റെസ്പോണ്ട് ചെയ്തേ നിങ്ങളൊന്ന്. കാണുന്നുണ്ട് മിസ്. സ്പീക്കർ ഓഫ് അല്ലേ? എടാ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ നിങ്ങള്. ഹലോ മിസ് കേൾക്കാം. കേൾക്കാനുണ്ടല്ലേ? ഓക്കെ ഗുഡ്. കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ ടീച്ചറ് നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും നമ്മള് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചിട്ടല്ലേ പിള്ളേരെ? ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. അതെ മിസ്. അപ്പൊ ഈ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനില് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ടീച്ചർ പറഞ്ഞില്ലേ കുറെ ഫാക്ടേഴ്സ് ആക്ച്വലി വരുന്നുണ്ട്. അതായത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്? നേച്ചർ ഉണ്ട് കേട്ടോ, നേച്ചർ ഓഫ് ഗ്യാസ് ഉണ്ട്, നേച്ചർ ഓഫ് സോൾവെന്റ് ഉണ്ട്, അതുപോലെ ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഓഫ് ഗ്യാസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ ടീച്ചർ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രഷർ ഓഫ് ഗ്യാസ് ആണ്. ഗ്യാസിന്റെ പ്രഷറിനെ കുറിച്ച്, അതായത് പ്രഷറിന്റെ ഇഫക്റ്റ് ആണ്. അതായത് നമ്മൾ ഈ പ്രഷറിന്റെ ഇഫക്റ്റ് ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ കയ്യില് നിങ്ങളൊരു ബീക്കർ കാണാനില്ലേ? ഇപ്പൊ ഇതല്ലേ ഒരു ബീക്കർ അല്ലെ? ഈ ബീക്കറിലെ ടീച്ചർ എന്ത് ചെയ്യാണ്? ഒരു സോൾവെന്റ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ സൊല്യൂട്ട് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സൊല്യൂട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സൊല്യൂട്ടിനെ ടീച്ചർക്ക് വെള്ളത്തിലേക്ക് എന്ത് ചെയ്യണം? വെള്ളത്തിലേക്ക് ടീച്ചർ വരണമെങ്കിൽ ഞാനിവിടെ ഒരു പ്രഷർ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ടീച്ചറുടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുന്തോറും സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ? സൊല്യൂട്ടിന്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യില്ലേ? അല്ലെ? എത്ര പ്രഷർ നടത്തുമ്പോൾ അത്രയും സൊല്യൂട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറും. സോ ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സോലിബിലിറ്റി. ഓക്കെ. അപ്പൊ ആ സോലിബിലിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ കൂടുകയാണ് ചെയ്യുക. അപ്പൊ അതാണ് പ്രഷറിന്റെ ഇഫക്ട്. അപ്പൊ ആദ്യം പ്രഷറിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ദ പ്രഷർ അപ്ലൈഡ് ടു എ ഗ്യാഷ്യസ് സൊല്യൂട്ട് is directly proportional to solubility എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് solubility of gas is directly proportional to pressure applied to the surface of a liquid എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മനസ്സിലായോ പിള്ളേരെ? അങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. Is directly proportional to pressure എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ കേട്ടോ? യെസ്. ഓക്കെ യെസ്. അപ്പോ ടീച്ചർ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സിറ്റുവേഷനിലെ ടീച്ചർ പ്രഷർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ടീച്ചർ P1 എടുക്കുമ്പോ അവിടുത്തെ സോലിബിലിറ്റി S1 ആയിരുന്നു. ഓക്കെ ഓക്കെ ആണോ? ഇനി ടീച്ചർ രണ്ടാം സിറ്റുവേഷനില് P2 എടുക്കാന്ന് ഇരിക്കുമ്പോ അപ്പൊ S2 ആയിരുന്നു. ഓക്കെ. അതായത് ഒരേ സൊല്യൂട്ട് ഒരേ സോൾവെന്റിൽ ആഡ് ചെയ്തിട്ട് രണ്ട് ഡിഫറെന്റ് പ്രഷറുകളിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു? ടീച്ചർ സോലിബിലിറ്റി കണ്ടുപിടിക്കുന്നു കേട്ടോ. രണ്ട് ഡിഫറെന്റ് കണ്ടീഷൻസിൽ ടീച്ചർ സോലിബിലിറ്റി കണ്ടുപിടിക്കുന്നു. അപ്പൊ P1 S1 P2 S2 ആണ്. അപ്പോ S is equal to Kp ആണെങ്കിൽ ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാലോ, K is equal to S by P എന്ന് കിട്ടും അല്ലേ? K is equal to S by P എന്ന് കിട്ടും അല്ലേ? അതെ. അപ്പോ ടീച്ചർ ഈ കണ്ടന്റ് ഒക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ ഓക്കെ ആണ്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെ അല്ലേ? അതായത് രണ്ട് പ്രഷറില് രണ്ട് സോലിബിലിറ്റീസ് ആണ് ഒരേ സൊല്യൂട്ടിനും ഒരേ സോൾവെന്റിനും നമുക്ക് കിട്ടുക.
സെയിം സൊല്യൂട്ട് സെയിം സോൾവെന്റ് ഡിഫറെന്റ് പ്രഷറുകളില് ഡിഫറെന്റ് സോളിബിലിറ്റി ആയിരിക്കും കാണിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഒരേ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് സെയിം ആയതുകൊണ്ട് കേട്ടോ, രണ്ട് പ്രഷറുകളും രണ്ട് സോളിബിലിറ്റിയും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങള് S1/P1 is equal to S2/P2 എന്നാണ് ഓർത്ത് വെക്കേണ്ടത്. ഇതൊന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ മിസ്. അതായത് ഇത് ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ആണ്. അതായത് രണ്ട് സോളിബിലിറ്റിയില് രണ്ട് പ്രഷറൊക്കെ രണ്ട് സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷനിലുള്ള പ്രഷറും ആ സോളിബിലിറ്റി തന്നിട്ട് മറ്റൊരു പ്രഷറും സോളിബിലിറ്റിയും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ S1P1 ഡിവൈഡ് ബൈ S2P2 എന്ന് പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. ഓക്കെ? S1ന് പ്രഷറിന് P1 ഉം S1P2 is equal to S2P1 കിട്ടും കേട്ടോ. S1P2 is equal to S2P1 കിട്ടും. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് S1 S2 P1 P2 ഒക്കെ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ? അപ്പോ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോളിബിലിറ്റി എന്താണ് ഓഫ് ഗ്യാസ് ഇൻ എ സൊല്യൂട്ട് ഇൻ എ ലിക്വിഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതിനാണ് നമ്മളിപ്പോ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചത്. എന്നാൽ ഇതൊന്നും കൂടി ക്ലിയർ ചെയ്യാനായിട്ട് ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് കേട്ടോ, ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ലോ കണ്ടുപിടിക്കാണ്. ഹെൻറീസ് ലോ കണ്ടുപിടിക്കാണ്. സോ ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞില്ലേ ഈ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാനാണ്? ഈ പ്രഷറിന് നമ്മൾ ഒന്ന് മാറ്റാണ് കേട്ടോ. കേട്ടോ, ഹെൻറീസ് ലോ. സോ ഹെൻറീസ് ലോ എന്ന് പറയുമ്പോ ഈ പ്രഷർ അപ്ലൈഡ് അതൊക്കെ ഞാൻ മാറ്റി. അതിന് പകരം ഞാനുണ്ടല്ലോ അത് ഹെൻറീസ് ലോ ഞാൻ മാറ്റിയിട്ട് ഹെൻറീസ് ലോ എന്ന് പറയുന്ന ലോ എന്താക്കി? പാർഷ്യൽ പ്രഷർ ഓഫ് സൊല്യൂട്ട്. കേട്ടോ, PB is directly proportional to XB എന്നാണ് പഠിച്ചു വെക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഹെൻറീസ് ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്ത് വെക്കണ്ടോ കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ആണ് നോക്കണ്ടോ. ഓക്കെ കേട്ടോ. അപ്പോ ഈ ഒരു സാധനം PB is directly proportional to XB. ഇതിൽ PB എന്ന് പറയുന്ന സാധനം ആരാണ് പിള്ളേരെ? പാർഷ്യൽ എന്താണ് പ്രഷർ ഗ്യാഷിയസ് സൊല്യൂട്ട് ആണ് കേട്ടോ പിള്ളേരെ. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാഷിയസ് സൊല്യൂട്ട്. ഓക്കെ, പാർഷ്യൽ വേപ്പർ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാഷിയസ് സൊല്യൂട്ട് ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാഷിയസ് സൊല്യൂട്ട് ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാഷിയസ് സൊല്യൂട്ട് ആണ് കേട്ടോ. PB is directly proportional to XB. PB is equal to partial pressure of gaseous solute. കിട്ടിയ XB എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസിയസ് സൊല്യൂട്ട് ആണ്. അപ്പൊ ഹെൻറീസിൽ ഇത്ര പറഞ്ഞോളൂ പിള്ളേർ. എന്താണ്? ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസിയസ് സൊല്യൂട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. കേട്ടോ പിള്ളേരെ, നിങ്ങൾക്ക് അറിയുന്നതാ അത് ടീച്ചർ ജസ്റ്റ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിലെ B എന്ന് പറയുന്നത് സൊല്യൂട്ട് ആയിട്ടും A എന്ന് പറയുന്നത് സോൾവെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അത് ജസ്റ്റ് നമുക്ക് അറിയുന്നത് ജസ്റ്റ് ടീച്ചർ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക. ഹെൻറീസിലോട് ഗ്രാഫ് കേട്ടോ. നിങ്ങൾ നോക്കണം. PB is equal to KH into XB എന്നാണ് നമ്മൾ പറയാം.
അതായത് ഈ എൻട്രീസിനോട് പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഇക്വേഷൻ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇങ്ങനെ ആക്കി. ഇതിലെ കേരളത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെൻറീസ് കോൺസ്റ്റന്റ്. എന്ത് വിളിക്കുന്ന മക്കളെ? ഹെൻറീസ് കോൺസ്റ്റന്റ്. സോ ഇതിന്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ കിട്ടാന്ന് വെച്ചാല് മോൾ ഫ്രാക്ഷൻ ടീച്ചർ എക്സ് ആക്സിസിലും പ്രൊപ്പോർഷൻ ടീച്ചർ വൈ ആക്സിസിലും എടുക്കുമ്പോൾ വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുക. ഇതിന്റെ സ്ലോപ്പ് നമ്മൾ എന്തെടുക്കുക? കെ എച്ച് ആയിട്ടാണ് നമുക്ക് കിട്ടുക. സ്ലോപ്പ് എന്താ കിട്ടുക? കെ എച്ച് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഗ്രാഫ് കിട്ടിയാ? ഗ്രാഫ് കിട്ടിയാ? ഓക്കെ മിസ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ ഹെൻറീസിലോ ഈ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി ടീച്ചർ നോട്ട് തരുമ്പോൾ നിങ്ങൾ അത് വായിച്ചു വെക്കാൻ മതി കേട്ടാ. ഓക്കെ ഓക്കെ ആ യെസ് ഓക്കെ. അപ്പോ പ്രഷറിന് ഇഫക്റ്റ് ഇത്രയാണ്. പ്രഷർ ഇത്രയുള്ളൂ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. എന്ത് ചെയ്യുന്നു? പ്രഷർ ഇൻക്രീസസ്, സോലിബിലിറ്റി ഇൻക്രീസസ്. കേട്ടോ, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹെൻറീസ് ലോ വെച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ നോക്കാം. നമ്മൾ പി ബി ഇസ് ഈക്വൽ ടു കെ എക്സ് ബി എന്നല്ലേ നിങ്ങൾ പഠിച്ചത്? കേട്ടോ, അപ്പൊ എക്സ് ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് എക്സ് ബി? കേട്ടോ, ഇതില് എന്താണ്? പി ബി ഇസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ് ബി വരുന്നു. സോ ഇതിൽ കെ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ എച്ച് ഇസ് ഈക്വൽ ടു പി ബി ബൈ എക്സ് ബി എന്നാണ് വരിക. പി ബി ബൈ എക്സ് ബി എന്നാണ് വരിക. ഓക്കെ, അതായത് കെ എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ബി. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ കെ എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പിള്ളേരെ? സോല്യൂബിലിറ്റി. ഇവിടെ സോലിബിലിറ്റിക്ക് പകരമാണ് ടീച്ചർ മോൾ ഫ്രാക്ഷൻ എടുത്തത്. സോ കെ എച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി. ഓക്കെ ആണോ? ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് പറയാം കേട്ടോ. സോ കെ എച്ച് ഇൻക്രീസസ്, സോലിബിലിറ്റി എന്ത് ചെയ്യും മക്കളെ? ഡിക്രീസസ് ഫോർ ഗ്യാസസ്. അപ്പൊ ഗ്യാസുകളുടെ കെ എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോ സോലിബിലിറ്റി എന്ത് ചെയ്യുന്നു മക്കളെ? കുറയുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ, അപ്പോ അതാണ് കണ്ടീഷൻ. ഇനി നിങ്ങൾ നോക്കുക, ഇത് അടുത്ത് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസസ്, കെ എച്ച് ഇൻക്രീസസ് ആണ്. അതായത് കെ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് കേട്ടോ. കെ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. അപ്പൊ കെ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെങ്കിൽ നിങ്ങൾ നോക്കടാ, കെ എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, solubility of gas in liquid decreases അല്ലേ? ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ അല്ലേ? ഓക്കെ, അപ്പോ ഇതാണ് പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട അടുത്ത സാധനം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? കാണുന്നില്ല മാം. എന്താ മിസ്സേ? എന്തുട്ടാ? അല്ല, മിസ്സിനെ കാണുന്നില്ല. എന്നെ കാണുന്നില്ല. അല്ലേ? ടീച്ചർ ഒരു മിനിറ്റ് ഇപ്പൊ കണക്ട് ചെയ്യാം. അപ്പൊ കണക്ട് ചെയ്തോണ്ടിരിക്കുകയാണേ. എന്തോ ലിങ്കിലേ എന്നെ കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെ? ഗുഡ്. ഒരു മിനിറ്റ് അതിലേക്ക് കണക്ട് ചെയ്യുമ്പോ ഓക്കെ ആണോ? ഓക്കെ, കേക്കണ്ട? കാണാണ്ട ഇപ്പൊ? കാണാനുണ്ടോ? കാണുന്നില്ല മിസ്. ഇപ്പൊ കാണാനില്ലേ?
ഹലോ, ഓക്കെ, യെസ്, വീണ്ടും ഞാൻ വന്നു. ഇഷ്യൂ അപ്പൊ നോക്കിയാൽ പിള്ളേരെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ത് ചെയ്യുന്നു പിള്ളേരെ? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഗംഗക്കില്ലേ ഇവിടെ? ഓക്കെ ആണോ? ആ, അപ്പോ അത് കിട്ടി കേട്ടോ, അത് കിട്ടി. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടുന്ന് ഒരു ക്രിയേഷൻ ക്വസ്റ്റ്യൻ, അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ നോട്ട് ഇൻ വാം വാട്ടർ. അത് ഈ ഒരു കണ്ടീഷൻസ് വെച്ചില്ല. ടെമ്പറേച്ചർ കൂടുന്തോറും ഓക്സിജന്റെ എമൗണ്ട് ഇൻ വാട്ടർ ഇല്ലാണ്ടാവുമ്പോ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ അത് അബ്സോർബ് ചെയ്യാനും ശ്വസിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ അവര് ഡൈ ആവും. സോ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ കംഫർട്ടബിൾ ഇൻ എന്താണ് പിള്ളേരെ? കോൾഡ് വാട്ടർ നോട്ട് ഇൻ വാം വാട്ടർ. കേട്ടോ, അതാണ് പറയുന്നത് കേട്ടോ. കേട്ടോ, ഓക്കെ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയി. ദെൻ ദ നെക്സ്റ്റ് കേട്ടോ, അപ്പൊ ഇത്രയാണ് ടീച്ചർ ഇത് ഹെൻറീസ് ലോ പറയുന്നുണ്ട്. ഹെൻറീസ് ലോ മാസിനെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഹെൻറീസ് ലോ നമ്മൾ ഓൾറെഡി PG വെച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞു. ഹെൻറീസ് ലോ ടേംസ് ഓഫ് വോളിയത്തിൽ പറയുമ്പോൾ പ്രഷറിനെയും വോളിയസിനും ഡയറക്റ്റ് ഡിഫറൻസ് ആയിട്ട് നമ്മൾ നോക്കിയാൽ അപ്പൊ ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് വോളിയം ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ് ഇവൻ ടെമ്പറേച്ചർ എപ്പോഴും ഇൻഡിപെൻഡന്റ് ടു ദ പ്രഷർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. പ്രഷർ, അതായത് ഇതൊക്കെ ജസ്റ്റ് പോയിന്റ് ആയിട്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. ഇതിൽ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. കാരണം വെച്ചാല് നോക്കുക, വോളിയം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സോൾവെന്റിന്, അതായത് വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ടു ദ പ്രഷർ ആണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മോസ്റ്റ് ഒബേ ഹെൻറീസ് ലോസ് ആണ്. മോസ്റ്റ് ഓഫ് ദി ഗ്യാസ് ഹെൻറീസ് ലോ ഒബേ ചെയ്യും. പ്രഷർ നോട്ട് വെരി ഹൈ പ്രഷർ ആവാൻ പാടില്ല. ടെമ്പറേച്ചർ വളരെ ചെറുതാവാൻ പാടില്ല. നോട്ട് ഹൈ സോലുബിൾ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഗ്യാസസ് ഡു നോട്ട് ഫോം എനി കോമ്പൗണ്ട് വിത്ത് സോൾവെന്റുമായിട്ട് ഗ്യാസ് റിയാക്ട് ചെയ്യാൻ പാടില്ല. ഡിസോസിയേഷൻ ഓഫ് ഗ്യാസ് നടക്കാൻ പാടില്ല. ഇതൊക്കെ ഒബേ ചെയ്തിട്ട് വേണം ഹെൻറീസ് ലോ നമ്മള് പ്രാക്ടിക്കൽ ആവാനായിട്ട്. അത് ഹെൻറീസ് ലോ നമ്മൾ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കൂടുന്തോറും സോളിബിലിറ്റി കുറയും എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചിട്ട് വളരെ കുറവ് ടെമ്പറേച്ചർ ആവാൻ പാടില്ല. ഓക്കെ, പ്രഷർ കൂടുമ്പോൾ സോളിബിലിറ്റി കൂടും. അതുകൊണ്ട് നല്ല പ്രഷർ കൊടുക്കാൻ പാടില്ല. അതിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. പെർട്ടിക്കുലർ പ്രഷർ. ഓക്കെ, ഗ്യാസ് വളരെ നന്നായി സോളിബിൾ ആവാൻ പാടില്ല. ഗ്യാസ് സോൾവെന്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഗ്യാസുകളെ ഡിസോസിയേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. സോ നെക്സ്റ്റ് കേട്ടോ, അടുത്തത് കേട്ടോ പിള്ളേരെ, അടുത്തത് കോൺസെൻട്രേഷൻ ടേംസ് ആണ്. ഇപ്പൊ നമ്മള് പിന്നെ ഇവിടുന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺസെൻട്രേഷൻ ടേംസ് കേട്ടോ. കോൺസെൻട്രേഷൻ ടേംസ് അതായത് വരുന്ന ക്വസ്റ്റ്യൻ കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് വരാറുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം കോൺസെൻട്രേഷൻ ടേംസ്. പെർസെന്റേജ്, അതായത് മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ് കേട്ടോ. പിന്നെ സ്ട്രെങ്ത്, നോർമാലിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഇതൊക്കെയാണ് കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ, ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇപ്പൊ മാസ് പെർസെന്റേജ് ആണെങ്കിൽ എന്താ പിള്ളേരെ? W പെർസെന്റേജ് ആണ് മാസ് പെർസെന്റേജ്. എന്താണ്? WB/WS into 100 ആണ് വരിക. വോളിയം പെർസെന്റേജ് എന്താ വരിക? VB/VS into 100 ആണ് വരിക. W/V പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് WB/VS into 100 ആണ് വരിക. അപ്പൊ പെർസെന്റേജിൽ പറയുമ്പോ നമ്മൾ എന്താ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് കേട്ടോ. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 100 സൊല്യൂഷൻ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ പിള്ളേരെ? കേട്ടോ, അപ്പൊ അതാണ് കണ്ടീഷൻ. അപ്പൊ മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ് കേട്ടോ. ഇത് +1 കൂടി പോർഷൻ ആണ് കേട്ടോ. ടീച്ചർ എന്ന് പറഞ്ഞിരുന്നില്ലേ സം ബേസിക് കൺസെപ്റ്റ് എടുത്തപ്പോ സൊല്യൂഷൻസിലാണ് നമ്മൾ അത് പഠിക്കണേ എന്നുള്ളത്. സൊല്യൂഷൻസിൽ വീണ്ടും അത് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി സ്ട്രെങ്ത് കേട്ടോ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഗ്രാം ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ ആണ്.
കേട്ടോ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ ജസ്റ്റ് ആ ഡെഫിനിഷൻ നോക്കുക കേട്ടോ. നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് റിസോൾവ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഗ്രാം പെർ ലിറ്റർ നമ്മൾ പറയാം. എത്ര എമൗണ്ട് ഓഫ് എന്താ സൊല്യൂട്ട് ഇൻ ഗ്രാം ഇൻ ലിറ്ററിൽ പറയുമ്പോഴാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയാം. സോ ദ സ്ട്രെങ്ത് അതുപോലെ കണ്ടുപിടിക്കുന്ന നോർമാലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ഈക്വലന്റ് വെയിറ്റ് ഇൻറ്റു നോർമാലിറ്റി. കേട്ടോ, ഈക്വലന്റ് വെയിറ്റ് ഇൻറ്റു നോർമാലിറ്റി. സോ ഈക്വലന്റ് വെയിറ്റ് ഇൻറ്റു നോർമാലിറ്റി. ഈക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ കേട്ടോ, ഈക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ഡിവൈഡ് ബൈ n ഫാക്ടർ ചെയ്താൽ മതി. തന്നിരിക്കുന്ന വാല്യൂ, തന്നിരിക്കുന്ന എമൗണ്ടിനെ n ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. n ഫാക്ടറിന് കുറെ പേരുണ്ട്. വേണമെങ്കിൽ ബാലൻസി ആവാം, അല്ലെങ്കിൽ ആസിഡിറ്റി ആവാം, അല്ലെങ്കിൽ ബേസിറ്റി ആവാം, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവാം. ഇതൊക്കെ എടുക്കുന്ന സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ബാലൻസി ഫാക്ടർ എന്ന്, അതൊരു ബാലൻസി ഫാക്ടർ ആണോ, എൻ ഫാക്ടർ ആസിഡിറ്റി ആണോ, ബേസിറ്റി ആണോ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണോ, അതിനനുസരിച്ച് എൻ ഫാക്ടർ മാറിക്കൊണ്ടിരിക്കും. കേട്ടോ, മനസ്സിലായോ പിള്ളേരെ? ഈക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഏതാണോ സൊല്യൂട്ട് തന്നിരിക്കണേ ആ സൊല്യൂട്ടിന്റെ ഗിവൺ വെയിറ്റും അതിന്റെ എൻ ഫാക്ടറും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സൊല്യൂട്ടിന്റെ എൻ ഫാക്ടറും അതിന്റെ എന്താണ് മക്കളെ വെയിറ്റും എൻ ഫാക്ടറും നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ വെയിറ്റ് ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ തരും. എൻ ഫാക്ടർ എന്ന് പറയുന്നത് ആ സൊല്യൂട്ടിന്റെ നേച്ചർ അനുസരിച്ച് ബാലൻസിയോ, ബേസിസിറ്റിയോ, അസിഡിറ്റിയോ, ഓക്സിഡേഷൻ സ്റ്റേറ്റോ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ അതാണ് ഈക്വലന്റ് വെയിറ്റ് ഇൻറ്റു നോർമാലിറ്റി. അപ്പൊ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മൾ ഒരു ഇക്വേഷൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോർമാലിറ്റി എന്ന് പറയുന്നുണ്ടോ, ഇതാണ് നോർമാലിറ്റിയുടെ ഇക്വേഷൻ. നോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്കുക, നോർമാലിറ്റി എന്താണ് പിള്ളേരെ? വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഈക്വലന്റ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ. സോ ഇങ്ങനെ പഠിച്ചു വെച്ചോ, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ equivalent weight into VS in milliliter. കേട്ടോ, സോ ഇതിലേക്ക് പുട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മക്കളെ നിങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി നോർമാലിറ്റി ഇക്വേഷൻ. കേട്ടോ, നെക്സ്റ്റ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ. കേട്ടോ, മൊളാരിറ്റിയുടെ ഇക്വേഷൻ, മൊളാരിറ്റി ഇക്വേഷൻ പഠിച്ചു വെക്കാം. മൊളാരിറ്റി ഇക്വേഷൻ എല്ലാവർക്കും അറിയേണ്ടതാണ്. മൊളാരിറ്റി വലിയമ്മ, ലിറ്റി വലിയമ്മ, that is equal to WB 1000 divided by MB BS in milliliter. കേട്ടോ, ഇത് കൊടുത്താൽ മതി. കേട്ടോ, ഇനി ലിറ്റി, ലിറ്റി കുഞ്ഞമ്മ, ലിറ്റിലമ്മ കുഞ്ഞമ്മ. കേട്ടോ, ലിറ്റിലമ്മ കുഞ്ഞമ്മ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ കേട്ടോ, യെസ്. 1 മിനിറ്റ്. ഓക്കെ അല്ലേ? ഇനി മൊളാലിറ്റി, ലിറ്റിലമ്മ കുഞ്ഞമ്മ, ലിറ്റി ലിറ്റിലമ്മ, ലിറ്റി ലിറ്റിൽ. കേട്ടോ, അപ്പൊ കുഞ്ഞമ്മ WB 1000 ഡിവൈഡ് ബൈ MB WA ഇൻ ഗ്രാം. അപ്പൊ A4 എന്ന് വെച്ചാൽ സോൾവെന്റ്, B4 സൊല്യൂട്ട്. അപ്പൊ A ഇട്ട് പറയുന്നതൊക്കെ സോൾവെന്റ് ടേം, B ഇട്ട് പറയുന്നതൊക്കെ സൊല്യൂട്ടിൻ ടേം അല്ലെ. A എന്ന് പറയുന്നത് ടീച്ചറിന് എന്താ പറഞ്ഞ? സോൾവെന്റ്. A സോൾവെന്റ്, B സൊല്യൂട്ട്, S സൊല്യൂഷൻ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ പിള്ളേരെ?
ഓക്കെ ആണ് നിങ്ങൾക്ക് അറിയാൻ തന്നെയാ ഇക്വേഷൻസ് ഒക്കെ അറിയേണ്ടത്. ജസ്റ്റ് ടീച്ചർ ഒന്ന് നോട്ട് ചെയ്ത് തരുന്നല്ലോ കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ട ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഡയറക്റ്റ് ഇക്വേഷൻസ് പുട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി മോൾ ഫ്രാക്ഷൻ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂഷൻ കേട്ടോ. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് എന്ന് പറയുമ്പോൾ സോൾവെന്റ് നമ്പറും ടോട്ടൽ നമ്പറും തമ്മിലുള്ള റേഷ്യോ. സൊല്യൂട്ട് നമ്പർ ഓഫ് മോൾസ്, മോൾ ഫ്രാക്ഷൻ പറയുമ്പോൾ സൊല്യൂട്ട് നമ്പർ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റേഷ്യോ. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്യാം. എപ്പോഴും ഒരു സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആയിരിക്കും കേട്ടോ. ഒരു സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എന്തായിരിക്കും പിള്ളേരെ? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറയുന്നത് കേട്ടോ പിള്ളേർ. ഇതാണ് കോൺസെൻട്രേഷൻ ടേം. നിങ്ങൾ ഓൾറെഡി ഇപ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ സാധനമാണ് കേട്ടോ. എന്താണ്? വെയിറ്റ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, വെയിറ്റ് ബൈ മാസ്, വോളിയം പെർസെന്റേജ്, 3 എണ്ണം. പിന്നെ സ്ട്രെങ്ത്, മൊലാരിറ്റി, നോർമാലിറ്റി, മൊലാരിറ്റി, മൊളാലിറ്റി, then മോൾ ഫ്രാക്ഷൻ, മോൾ ഫ്രാക്ഷൻ കേട്ടോ പിള്ളേരെ. ഇതാണ് കോൺസെൻട്രേഷൻ ടേംസ് കേട്ടോ പിള്ളേരെ. ഇതാണ് കോൺസെൻട്രേഷൻ ടേംസ് കേട്ടോ. ഈ കോൺസെൻട്രേഷൻ ടേംസില് ശ്രദ്ധിക്കേട്ടോ പിള്ളേരെ. ഈ കോൺസെൻട്രേഷൻ ടേംസില് എവിടെയൊക്കെയാണോ വോളിയം വരുന്നത്, ഈ കോൺസെൻട്രേഷൻ ടേംസിൽ എവിടെയൊക്കെയാണോ വോളിയം വരുന്നത്, ആ വോളിയം വരുന്ന എല്ലാവരും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് കേട്ടോ. വെയിറ്റ് വരുന്നവര്, മാസ് വരുന്നവര്, മാസ് മാത്രം വരുന്നവര് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെയൊക്കെയാണോ വോളിയം വരുന്ന കോൺസെൻട്രേഷൻ ടേം ഉണ്ടോ അതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവരുടെ വാല്യൂ മാറും. എവിടെയൊക്കെയാണോ വോളിയം ഒന്നും വരാതെ വെയിറ്റുകൾ മാത്രം വരുന്നത്, ആ വെയിറ്റുകൾ മാത്രം വരുന്ന കോൺസെൻട്രേഷൻ ടേംസ് മുഴുവൻ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ 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 മിസ്. ഓക്കെ, ക്ലിയർ ആയി, ഗുഡ്. അപ്പോ അതൊക്കെ കേട്ടോ. ഇനി നോക്കുക അടുത്തത് കേട്ടോ. അടുത്തതാണ് മാസ് ഫ്രാക്ഷൻ. എന്താണ് പിള്ളേരെ? മാസ് ഫ്രാക്ഷൻ കേട്ടോ. മാസ് ഫ്രാക്ഷൻ അതായത് മോൾ ഫ്രാക്ഷൻ പോലെ മാസ് ഫ്രാക്ഷൻ. സോൾവെന്റിന്റെ മാസ് ഫ്രാക്ഷൻ, സൊല്യൂട്ടിന്റെ മാസിന്റെ ഫ്രാക്ഷൻ എടുക്കാം. അതായത് സൊല്യൂട്ടിന്റെ മാസ് സോൾവെന്റിന്റെ മാസും ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ. ആ റേഷ്യോനെയാണ് മാസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പാർട്ട് പെർ മില്യൺ കേട്ടോ പിള്ളേരെ. പാർട്ട് പെർ മില്യൺ. അതുപോലെ പാർട്ട് പെർ മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയുള്ള പോലെ. പാർട്ട് പെർ മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു സൊല്യൂഷൻ ലാർജർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ ലാർജർ ക്വാണ്ടിറ്റിയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് വോളിയമോ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഒക്കെ ലാർജർ ആകുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂ ആണ് കോൺസെൻട്രേഷൻ ആയിട്ട് കിട്ടുക. അങ്ങനെ വാല്യൂ കോൺസെൻട്രേഷൻ ആയിട്ട് കിട്ടാതെ വലിയ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ മില്യൺസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് കിട്ടുന്ന കോൺസെൻട്രേഷനെ മില്യണിലേക്ക് കൺവേർട്ട് ചെയ്യണം. മില്യൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമുക്ക് 2 ഇക്വേഷൻ ആണ്. പാർട്ട് പെർ മില്യൺ ബൈ മാസ് ആണെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁶ ചെയ്യാം. പാർട്ട് പെർ മില്യൺ ബൈ വോളിയം ആണെങ്കിൽ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁶ ചെയ്യാം. മാസ് പെർസെന്റേജ് ഒക്കെ പറഞ്ഞ പോലെ, മാസ് പെർസെന്റേജ് വോളിയം പെർസെന്റേജ് പറഞ്ഞ പോലെ മില്യണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് പാർട്ട് പെർ മില്യൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ അവിടെ പിള്ളേരെ? ഓക്കെ ആണേ? യെസ് കേട്ടോ. അപ്പൊ നോക്കുക, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റാണ് എന്ത്? മൊലാരിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് ഫ്രാക്ഷൻ. ഇതൊക്കെ ഡു നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. എന്തുകൊണ്ടാ? ഇവരൊക്കെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയോ ഏതിലാണ് വെയിറ്റ് മാത്രം വരുന്നത്, ഏതിലാണ് വെയിറ്റ് മാത്രം കോൺസെൻട്രേഷൻ ടേം ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് അവര് നമ്മൾ എന്താണ് പറയാ, അവര് നമുക്ക് എപ്പോഴും എന്തായിരിക്കും? ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. വോളിയം വരുന്ന ഏതൊരു കോൺസെൻട്രേഷൻ ടേമും ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഓക്കെ മിസ്. അടുത്തതാണ് ഡിമാൽ. ഡിമാൽ കേട്ടോ, ഡിമാൽ ഡിയിലാണ്. നിങ്ങൾ കേൾക്കാത്ത ഒരു സാധനമാണ്, വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. 1 mol ഓഫ് സൊല്യൂട്ട് 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ വരുമ്പോഴാണ് ഡിമാൽ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് 1 mol ആണ്, വോളിയം ഓഫ് സൊല്യൂഷൻ 1 ലിറ്റർ ആണ്, ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ആ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ നമ്മൾ വിളിക്കുക ഡിമാൽ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? ഡിമാൽ. ഓക്കെ. അതുപോലെ തന്നെ ഫോർമാലിറ്റി കേട്ടോ. ഫോർമാലിറ്റീസിലെ നോർമാലിറ്റി പോലത്തെ ഒരു സാധനം തന്നെയാണ്. അതായത് ഫോർമൽ മാസ് കൊണ്ട് കേട്ടോ, നമ്പർ ഓഫ് ഫോർമൽ മാസുകൾ ഇൻ ഗ്രാം പ്രസന്റ് ഇൻ 1 ലിറ്റർ. 1 ലിറ്ററിൽ എത്ര ഫോർമൽ മാസുകൾ ഉണ്ട് എന്നത് പറയുന്നതിനെയാണ് ഫോർമാലിറ്റി എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി കേട്ടോ പിള്ളേരെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഇതൊക്കെ കോൺസെൻട്രേഷൻ ടേംസ് ആണ്, ഇതൊക്കെ കോൺസെൻട്രേഷൻ ടേംസ് ആണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോ വോളിയം വരുന്ന കോൺസെൻട്രേഷൻ ടേം ആണ്. ഇതും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, ഇതും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. കാരണം വോളിയം വെച്ചിട്ട് പറയുന്നതാണ്. സോ വോളിയം വെച്ച് പറയുന്നതൊക്കെ എന്താണ് പിള്ളേരെ? വോളിയം വെച്ച് പറയുന്നതൊക്കെ ടെമ്പറേച്ചർ എന്താണ് പിള്ളേരെ? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ പറയും. മൊളാരിറ്റി മൊളാലിറ്റി ഒക്കെ തരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഡിമാല് ഫോർമാലിറ്റി എന്നൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടീച്ചർ ആ ടേംസ് ഒക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചത് കേട്ടോ. നിങ്ങൾക്കൊന്ന് ചാർട്ട് ചെയ്ത് വെക്കാൻ എളുപ്പമായതുകൊണ്ട്. ഓക്കെ. ഓക്കെ മിസ്. യെസ്. ഇത് വളരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് കേട്ടോ പിള്ളേരെ. കാര്യം വെച്ചാല് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് റിലേഷൻ ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് ഡെൻസിറ്റി, ഡെൻസിറ്റി മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള റിലേഷൻ, അത് ഏതാണ് കറക്റ്റ് ഇക്വേഷൻ കേട്ടോ. ഇക്വേഷൻ ചോദിച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇക്വേഷൻ ഏതാണ് കറക്റ്റ് എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഇക്വേഷൻസ് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു വരാറുണ്ട്. അപ്പൊ ഈ ഫോർമാറ്റുകൾ പഠിച്ചിരുന്നാൽ മതി. ഫോർമാറ്റുകൾ ഇക്വേഷൻസ് ആണ് പഠിച്ചു വെക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് വരാറുണ്ട്, ഡയറക്റ്റ് കേട്ടോ. ഇത് രണ്ടൊരു ഇക്വേഷൻ ആണ്. ദെൻ മൊളാലിറ്റിയുടെയും മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ കേട്ടോ. മൊളാലിറ്റിയുടെയും 2 മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ, മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ വിത്ത് മൊളാലിറ്റി കേട്ടോ. ഇതാണ് എത്ര മക്കളെ? ഒരു 5 ഇക്വേഷൻസ്, 4 ഇക്വേഷൻസ് ആണ്. 1 2 3 4. അപ്പൊ നോക്കണം പോലെ ഇത് മൊളാരിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഇവിടെ 3 ആൾക്കാരാണ്. മൊളാരിറ്റി, അതുപോലെ മൊളാരിറ്റി, ഡെൻസിറ്റി. അപ്പൊ മൊളാരിറ്റിയും ഉള്ള റിലേഷൻ ആണ് എന്ത്? MD = M × 1/m + M2/100. സോ അത് നമുക്ക് എന്ത് ചെയ്ത് എഴുതാം? M = MD/1 + M2/1000 എന്നെടുക്കാം. ഓക്കെ. സോ മൊളാരിറ്റി M and MD റിലേഷൻ ആണ് ആദ്യത്തെ. രണ്ടാമത്തത് MX മൊളാരിറ്റി മോൾ ഫ്രാക്ഷൻ റിലേഷൻ ആണ്. മൊളാരിറ്റി മോൾ ഫ്രാക്ഷൻ ഉള്ള റിലേഷൻ ആണ് കേട്ടോ. മൊളാരിറ്റി മോൾ ഫ്രാക്ഷൻ ഉള്ള റിലേഷൻ ആണ് കേട്ടോ. അടുത്തത് മൊളാരിറ്റിയും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള റിലേഷൻ ആണ്. മൊളാരിറ്റിയും മോൾ ഫ്രാക്ഷൻ കേട്ടോ. ഇത് മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള വേറെ റിലേഷൻ ആണ്. ഡെൻസിറ്റി ഇല്ലാത്തത് കേട്ടോ. ഡെൻസിറ്റി ഇല്ലാത്ത 2 ഇക്വേഷൻസ്, 2 തരത്തിലെ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മോൾ ഫ്രാക്ഷൻസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷൻസ് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ പിള്ളേരെ കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണ്ടില്ലേ, ഇതുവരെ പഠിച്ച എല്ലാ ടേംസിനും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് ആരാണ്? X1 എന്താണ് സോൾവെന്റ്, X2 എന്താണ് സൊല്യൂട്ട്, M1 എന്താണ്, M2 എന്താണ് നോർമാലിറ്റി ഇക്വേഷൻ കേട്ടോ. ഇതും ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. നോർമാലിറ്റി നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസും മൊളാരിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് കിട്ടുക നമുക്ക് നോർമാലിറ്റി ആയിരിക്കും കേട്ടോ. ഇതൊരു റിലേഷൻഷിപ്പ് ആണ്. 5ാമത്തെ റിലേഷൻ ആണ് ഈ 1 2 3 4 5ാമത്തെ ഇക്വേഷൻ ആണിത്.
ഓക്കെ ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻസ് ഇങ്ങനെ പഠിച്ചാൽ ഡയറക്റ്റ് ഇക്വേഷൻ, ഡയറക്റ്റ് കുട്ടികളുടെ ക്വസ്റ്റ്യൻസ് വരാട്ടോ. വന്നിട്ടുണ്ട് 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അത്. 2023 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഡയറക്റ്റ് വരും ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇക്വേഷൻസ് നാളെ നോട്ട് തരാം. അപ്പൊ ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. നെക്സ്റ്റ് മക്കളെ വേപ്പർ പ്രഷർ ആണ് കേട്ടോ. അതായത് നമുക്ക് ഒരു ലിക്വിഡ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റില്, ലിക്വിഡ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റില് കാണിക്കുന്ന പ്രഷർ, അതിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ അടച്ചു വെക്കുക കേട്ടോ. ഒരു സോൾവെന്റോ സൊല്യൂഷനോ അടച്ചു വെക്കുന്ന സിറ്റുവേഷനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ഒരു സോൾവെന്റോ സൊല്യൂഷനോ അടച്ചു വെച്ചിരിക്കുന്ന സിറ്റുവേഷൻസില് അവിടെ വേപ്പേഴ്സ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് വിളിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുക കേട്ടോ. വേപ്പർ പ്രഷർ കേട്ടോ. അപ്പൊ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് തരത്തിലാണ് നമുക്ക് വേപ്പർ പ്രഷർ പഠിക്കുന്നത്. വെറും വേപ്പർ പ്രഷറും ഉണ്ട്, പാർഷ്യൽ വേപ്പർ പ്രഷറും ഉണ്ട്. വേപ്പർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്യുവർ ആയിട്ടുള്ള സംഭവത്താണ് വേപ്പർ പ്രഷർ പറയാം. പ്യുവർ ആയിട്ട് പറയും, പ്യുവർ കമ്പോണൻസ് ഉണ്ട്. പ്യുവർ ആയിട്ടുള്ള കമ്പോണൻസ് എന്താണ്? ഒറ്റയ്ക്ക് വരാം, അലോൺ ആയിട്ട് വരാം. അലോൺ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ വേപ്പർ പ്രഷർ പറയുന്നത്. പാർഷ്യൽ വേപ്പർ പ്രഷർ എപ്പോഴും മിക്സ്ചേഴ്സിലാണ് പറയാം. നിങ്ങൾ കേട്ടിട്ടില്ലേ പാർഷ്യാലിറ്റി? കേട്ടിട്ടില്ലേ പാർഷ്യാലിറ്റി? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ടീച്ചറാണല്ലോ, നിങ്ങൾ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇതിലെനിക്ക് ലിബോട് ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ അനഘോട് ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ ഗംഗോട് ഭയങ്കര സ്നേഹം, അങ്ങനെ കുറച്ച് ആൾക്കാരോട് മാത്രം ഭയങ്കര സ്നേഹം. സ്വാഭാവികമായിട്ടൊരു സ്നേഹം ഉണ്ടാവും, എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷെ ഇവരെപ്പോഴും എന്റെ സ്ക്രീനിൽ ഇവരുടെ പേര് ഇങ്ങനെ കാണാം. ഇവരിങ്ങനെ എന്ത് ചെയ്യാണ്, ഉത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇവര് എന്റെ സ്ക്രീനിൽ എപ്പോഴും എനിക്ക് കണ്ട് പേര് ഭയങ്കര എന്തായി, ഫെമിലിയർ ആയി കേട്ടോ. അപ്പോ അങ്ങനെ എനിക്ക് ഇവരോടൊരു സ്നേഹം കൂടുതല്. ഞാൻ ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവർക്ക് പറയുന്ന രീതി, ഇവർക്ക് പറ്റുന്ന രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? ആ വിനീഷ്യ മിസ് ഉണ്ടല്ലോ ഭയങ്കര പാർഷ്യാലിറ്റിയാണ്, നമ്മൾ ഇത്രയും പേരില് അവരോട് മാത്രമാണ് കേട്ടോ. ഒരു ഗ്രൂപ്പില് ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ കുറച്ച് ആൾക്കാരെ കുറിച്ച് മാത്രം പറയുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ എന്ന് പറയുന്ന ടേം ഇത്. അപ്പൊ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിക്സ്ചറില് ഓരോ കമ്പോണൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ എന്ന് ചേർക്കുക. അപ്പൊ സൊല്യൂഷനില് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും പ്രഷറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചേർക്കുന്ന പേരാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട്, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കണ്ടെയ്നറില് ഗ്യാസ് 1, ഗ്യാസ് 2, ഗ്യാസ് 3 എന്നൊക്കെ വിചാരിക്കാം. ഇത് P1, ഇത് P2, ഇത് P3 പ്രഷറിലാണ് ഇരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഒരു മിക്സ്ചറിൽ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ മിക്സ്ചറിലെ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ പി ടോട്ടൽ എന്ന് പറയുന്നത് P1, P2, P3 ആയിരിക്കും എന്ന് പറയാം. സോ ഈ P1, P2, P3 എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പാർഷ്യൽ പ്രഷേഴ്സ്. ഈ പി ടോട്ടൽ കണ്ടുപിടിക്കാൻ ഇത് മുഴുവൻ സം ചെയ്താൽ മതി എന്ന് പറഞ്ഞത് നമുക്ക് ആരാണ് മക്കളെ? നമുക്ക് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ് കേട്ടോ. നിങ്ങൾ നോക്കുക, നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി അബൌട്ട് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? എന്താണ്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇത്രയുള്ളൂ. ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് കമ്പോണന്റ് ഓഫ് ദി സൊല്യൂഷൻ. അതായത് ഇപ്പൊ നമ്മൾ പറയാണ്, നമ്മുടെ കയ്യില് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ നോക്കിയേ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? PA എന്ന് പറഞ്ഞാൽ മിസ് അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അത് ഇമ്പോർട്ടന്റ് ആണോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് പറഞ്ഞുതരാം. ടീച്ചർ അവിടേക്ക് എത്തണ്ടേ കേട്ടോ. ഓക്കെ മിസ്. അവിടേക്ക് എത്തുമ്പോ പറഞ്ഞത് കേട്ടോ. യെസ്.
അപ്പോ പാർഷ്യൽ പ്രഷർ പി എന്ന് വെച്ചാൽ എന്താ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. പി ബി എന്ന് പറഞ്ഞാല് സിമിലർ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട്. കേട്ടോ, ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. സോ പി ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ രണ്ടാളുടെയും സമ്മാണ് എന്ന് പറഞ്ഞതാണ് ആക്ച്വലി ഏത്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ വേപ്പർ പ്രഷർ. മനസ്സിലായോ? അതാണ് ഒരു മിക്സറിൽ പി ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പി എ, പി ബി, പി സി അങ്ങനെ എത്ര ഗ്യാസുകളുണ്ടോ അതിനെ എന്ത് ചെയ്താൽ മതി? നമ്മള് ആഡ് ചെയ്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ? അതാണ് കണ്ടീഷൻ. ഇനി ഇതല്ലേ മക്കളെ ക്ലാപെറോൺ സെൽഷ്യസ് ഇക്വേഷൻ അല്ലേ? ക്ലാപെറോൺ സെൽഷ്യസ് ഇക്വേഷൻ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അല്ലേ? അപ്പൊ ഇക്വേഷൻ പഠിക്കണം പിള്ളേരെ, ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അത് ഇപ്പൊ അടുത്ത കൊല്ലങ്ങളിലൊന്നുമല്ല, വളരെ പഴയ കൊല്ലങ്ങളില് കേട്ടോ. വളരെ അപ്പൊ നമ്മൾ നീറ്റ് സിലബസ് എന്ന് പറയുമ്പോ ഇതും കൂടി അതിൽ ഇതുവരെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അടുത്ത ഇയേഴ്സിലൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, ന്യൂമറിക്കൽസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ നീറ്റ് സിലബസിലുള്ള ഒരു എന്താണ് ഒരു ഇക്വേഷൻ ആണ് ഏത്? ക്ലാപെറോൺ സെൽഷ്യസ് ഇക്വേഷൻ കേട്ടോ. ഇത് മറ്റേ കെമിക്കൽ കൈനറ്റിക്സിലുള്ള ഒരു ഇക്വേഷന്റെ സിമിലർ അല്ലേ? ആ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ അല്ലേ? അതുപോലത്തെ ഇക്വേഷൻ ആണ്. K1 K2 എന്ന് പറയുന്നതിന് പകരം P1 P2. Activation എനർജിക്ക് പകരം എന്താണ്? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഓഫ് ലിക്വിഡ്. അതന്നെ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാണ് നമ്മള് വേപ്പർ പ്രഷറിന്റെ കണ്ടീഷൻ. അപ്പൊ ഈ ഇവിടേക്ക് നമ്മൾ കടന്നപ്പോ ഉണ്ടല്ലോ പിള്ളേരെ, ഇവിടേക്ക് വേപ്പർ പ്രഷറിലേക്ക് ആക്ച്വലി നമ്മൾ കടക്കുമ്പോ നമ്മൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത് മൊത്തത്തില് എന്താണ് പിള്ളേർ? ഇനി പറയാൻ പോകുന്നത് ഇത് മൊത്തത്തില് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണ് കേട്ടോ. ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് മുഴുവൻ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. മനസ്സിലായി? ഇനി പറയാൻ പോകുന്നത് മുഴുവൻ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ കേട്ടോ. അപ്പൊ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷന്റെ ലോ ആണ് എന്ത്? റൗൾട്ട്സ് ലോ. എന്താണ് പിള്ളേരെ? റൗൾട്ട്സ് ലോ. ഹെൻറിയസ് ലോയുടെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് റൗൾട്ട്സ് ലോ എന്ന് പറയുന്നത്. ഇതിലെന്താണ് മക്കളെ? സൊല്യൂട്ടും ആൻഡ് സോൾവെന്റ് വോളറ്റൈൽ ആണ് കേട്ടോ പിള്ളേരെ. എന്താണ് മക്കളെ? വോളറ്റൈൽ ആണ്. വോളറ്റൈൽ മീൻസ് ഈസിലി വാപ്പറൈസബിൾ. നിങ്ങൾ സാനിറ്റൈസർ ഒക്കെ കയ്യിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവില്ലേ? അങ്ങനെ വേഗം ഡ്രൈ ആയി വേഗം വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്ന ആൾക്കാരെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് വിളിക്കുക. ഈസിലി വേപ്പറൈസബിൾ, ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മള് വോളറ്റൈൽ എന്ന് വിളിക്കുക. അപ്പൊ സൊല്യൂട്ടും സോൾവെന്റും വേപ്പർ ഫേസ് ആണ്. അപ്പൊ രണ്ടാളുടെ പ്രഷറും ഉണ്ട്. അതാണ് partial pressure of solvent directly proportional to mole fraction, partial pressure of solute directly proportional to mole fraction. So that mathematical expression P naught A Xi is equal to PA, P naught B Xb is equal to PB. കേട്ടോ? ഓക്കെ, ഇതില് XA and XB are mole fractions in solution. ഉറപ്പല്ലേ? സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മോൾ ഫ്രാക്ഷൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് XB എന്ന് പറയുന്നത്. ഇനി ടീച്ചർ വേറൊരു ടേം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, YA and YB.
ഇതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻസ് ഇൻ വേപ്പർ ഫേസ്. എന്താ പിള്ളേരെ? വേപ്പർ ഫേസ്. വേപ്പർ ഫേസിൽ വരുമ്പോ മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്ന സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് YA. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ആണ് മക്കളെ PA is equal to P into YA. That means P total into YA. കേട്ടോ? അതുപോലെ PB is equal to P total into YB. കേട്ടോ? ഈക്വേഷൻ കേട്ടോ? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാം. നിങ്ങൾ നോക്കി ഇത്ര ഉള്ള പിള്ളേരെ, PA is equal to P total into YA. PB is equal to P total into YB. അപ്പൊ ആക്ച്വലി YA is equal to PB by PT. YA is equal to PB by PT. കേട്ടോ? അല്ലേ? YB is equal to PA by PT. അപ്പൊ ആക്ച്വലി എന്ത് വരും? YA is equal to P naught XA divided by PT. YB is equal to എന്ത് വരും? P naught B XB divided by PT. കേട്ടോ? അപ്പൊ YAക്കും YBക്കും ഉള്ള രണ്ട് ഇക്വേഷൻസ് കേട്ടോ, വേപ്പർ ഫേസിലുള്ള രണ്ട് ഇക്വേഷൻസ് കേട്ടോ. സോ ഇതിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി ഇതിപ്പോ ടീച്ചർ പറഞ്ഞില്ലേ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടുകളുടെ കാര്യം പറഞ്ഞ ടീച്ചർ. ഇതിപ്പോ ടീച്ചർ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആണെന്ന് വിചാരിച്ചു. വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആണ് പറഞ്ഞത്. വോളറ്റൈൽ ആയിട്ട് സൊല്യൂട്ട് വരുമ്പോ സോൾവെന്റും സൊല്യൂട്ടും എന്തുപേരുടെ പിള്ളേരെ? സോൾവെന്റും സൊല്യൂട്ടും വേപ്പർ ഫേസിൽ ഉണ്ടാവും. രണ്ടുപേരുടെ പ്രഷറും ഉണ്ടാവും. ഇനി ഈ റൗട്ട്സ് ലോയില് നമ്മള് സോൾവെന്റ് വോളറ്റൈലും സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള കൺസെപ്റ്റ് വരുമ്പോ അവിടെ ഒരു റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടാവും കേട്ടോ. സോ അതാണ് എന്ത്? P naught PA by P naught is equal to N by N കേട്ടോ. അഥവാ NB by എന്താണ് മക്കളെ? NA എന്ന് എടുക്കാം നമുക്ക് കേട്ടോ. അതായത് P naught minus PA divided by P naught is equal to NB by NA എന്നൊരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോ റിലേറ്റീവ് വേപ്പർ പ്രഷർ ആവില്ല ചിലപ്പോ ക്വസ്റ്റ്യൻ വരിക. ചിലപ്പോ ഇങ്ങനെയാണ് പറയാ, സൊല്യൂട്ട് വിത്ത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പൊ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള എന്താണ് പിള്ളേരെ? സൊല്യൂട്ട് വരുമ്പോഴാണ് കേട്ടോ, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് വരുമ്പോഴാണ് എന്റെ മക്കൾ ശ്രദ്ധിക്കാട്ടോ കേട്ടോ. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് വരുമ്പോഴാണ് ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വരുന്നത്. അത് തന്നെയാണ് ഈ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അതാണ് കണ്ടീഷൻ. പിള്ളേരെ ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഒക്കെ അറിയാലോ. അതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ജസ്റ്റ് ഇത് പറഞ്ഞു പോയാൽ മതിയില്ലേ? ഐഡിയൽ സൊല്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഭയങ്കര ഗംഭീരമായിട്ട് അറിയാം. റോഡ്സ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. ഒബൈ റോഡ്സ് ലോ. ഓക്കെ, ഡെൽറ്റ HMX 0. അതായത് നമ്മള് സൊല്യൂഷൻ സോൾവബിൾ ആക്കുന്ന സമയത്ത് ഒരു ഹീറ്റ് ആവശ്യമില്ല, ഹീറ്റ് റിവോൾവ് ചെയ്യൂല, ഹീറ്റ് അബ്സോർബ് ചെയ്യൂല. നോ ഹീറ്റ് എന്താണ് മക്കളെ? ഇവോൾവ്ഡ് അബ്സോർബ്ഡ് രണ്ടും ചെയ്യുന്നില്ല. ഓൺ മിക്സിംഗ് ഡെൽറ്റ Vmix എന്താണ് പിള്ളേരെ? 0. ഡെൽറ്റ Vmix 0. അതായത് വോളിയം നോ ചേഞ്ച് ഇൻ വോളിയം എന്നാണ്. അതുപോലെ AB ഇന്ററാക്ഷനും ഇന്ററാക്ഷൻ BB ഇന്ററാക്ഷൻസും ഒക്കെ എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അതായത് സൊല്യൂട്ടും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും സൊല്യൂട്ടും സോൾവെന്റ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും സോൾവെന്റ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും കേട്ടോ. ദാറ്റ് കൈൻഡ് ഓഫ് സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻ കേട്ടോ. പക്ഷെ ഈ ഒരു ഐഡിയൽ സൊല്യൂഷൻസ് ആയിട്ടുള്ള ഇമാജിനറി കൺസെപ്റ്റ് ആണ്.
പക്ഷെ എന്നാലും ഐഡിയൽ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, ഐഡിയൽ സ്റ്റുഡന്റ് നന്നായി പഠിച്ച് നല്ല കുട്ടികളായി നല്ല കളിച്ച് നിരിച്ച് നല്ല കുട്ടികളായിട്ട് നടക്കുന്ന ഐഡിയൽ സൊല്യൂഷൻ, ഐഡിയൽ സ്റ്റുഡൻസ്. പക്ഷെ ഐഡിയൽ സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. സോ ഐഡിയലിസം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഐഡിയലിസം നമുക്ക് പറയാൻ കൊള്ളാം, അത് പ്രാക്ടിക്കൽ ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐഡിയലിസം എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആയിട്ടാണ് ആക്ച്വലി ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇമാജിനറി കൺസെപ്റ്റിൽ ഇവർ ഇതൊക്കെ കണ്ടീഷൻ ചെയ്ത് സ്ട്രിക്ട്ലി ദർ ഇസ് നോ ഐഡിയൽ സൊല്യൂഷൻ കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഐഡിയലിസം ഉണ്ടാകാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ നോക്കിയ ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിൾ ആണ് ബെൻസീൻ ഇൻ ടോളുവിൻ, ഈഥൈൽ ബ്രോമൈഡ് ഇൻ ക്ലോറൈഡ്, ഹെപ്റ്റൈൻ ഇൻ ഹെക്സേന്, ക്ലോറോബെൻസിൻ ആൻഡ് ബ്രോമോബെൻസിൻ, എഥിലിൻ ക്ലോറൈഡ് ആൻഡ് എഥിലിൻ ബ്രോമൈഡ്. എന്നാ ഇത് പഠിക്കണം, ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിൾസ് പഠിക്കണം. ഓക്കെ കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പഠിക്കാനൊന്നുമില്ലടാ. എടാ നോക്കി, ഞാനൊരു ട്രിക്ക് പറയാം കേട്ടാ. ഒരു ട്രിക്ക് നോക്കിക്കോട്ടാ. ഇ എൻ ഇ ഇ എൻ ഇ, ഈഥൈൽ ഈഥൈൽ, എ എൻ ഇ എ എൻ ഇ, ബെൻസീൻ ബെൻസീൻ, എഥിലിൻ എഥിലിൻ. സോ എല്ലാ പെയേഴ്സിലും കോമൺ ആയിട്ടൊരു പെയറിലിടാം, ഒരു പാർട്ടിലിടാം. എല്ലാ പെയേഴ്സിനും കോമൺ ആയിട്ടൊരു പാർട്ടിൽ. അങ്ങനെ ഒരു സൊല്യൂഷൻ പെയർ തന്നു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടൊരു പാർട്ട് ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. എടാ പഠിക്കണ, കാണാപ്പടം പഠിക്കണ, ട്രിക്സ് വെച്ചാൽ മതിയില്ലേ, ഒരു ട്രിക്ക് അല്ലേ. അപ്പോ ഒരു പെയറിലെ രണ്ട് സ്ഥലത്തും ഒരേപോലത്തെ പാർട്ട് ഉണ്ടെങ്കിൽ അത് ഐഡിയലിസം ആയിരിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നു. ഡെൽറ്റ എച്ച് മിക്സ്, ഡെൽറ്റ വി മിക്സ്, എ ബി 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 ഒക്കെ എന്താണ്, സെയിം ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഐഡിയൽ സൊല്യൂഷൻസ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ ഐഡിയലിസം. ഡു നോട്ട് ഒബേ റൗൾട്ട്സ് ലോ, ഡെൽറ്റ എച്ചും ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോ എന്താണ് പിള്ളേരെ? എല്ലാം ഗ്രേറ്റർ, ഇതൊക്കെ എ എ ബി ബി ഗ്രേറ്റർ ദാൻ എ ബി, ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0, പി എ പി ബി ഗ്രേറ്റർ ദാൻ പി നോട്ട് എക്സ് എ, പി നോട്ട് ബി എക്സ് ബി, പി ടി ഗ്രേറ്റർ ദാൻ പി എ പ്ലസ് പി ബി. അങ്ങനെ എല്ലാം 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 ഗ്രേറ്റർ ആയിട്ട് വരുമ്പോഴാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ. എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. കാർബൺ ടെട്രാ ക്ലോറൈഡ് ബെൻസീൻ, കാർബൺ ടെട്രാ ക്ലോറൈഡ് ക്ലോറോഫോം, കാർബൺ ടെട്രാ ക്ലോറൈഡ് ടോളുവിൻ, അസെറ്റോൺ കാർബൺ ഡൈസൾഫൈഡ്, അസെറ്റോൺ മെഥിലിൻ ആൽക്കഹോൾ, അസെറ്റോൺ ബെൻസീൻ, മീഥൈൽ ആൽക്കഹോൾ വാട്ടർ, ഈഥൈൽ ആൽക്കഹോൾ വാട്ടർ. കേട്ടോ കേട്ടോ പിള്ളേരെ? എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് കേട്ടോ, ഇതുപോലെ തന്നെ അയ്യോ വൺ മിനിറ്റ് വളരെ.
ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കാണിക്കുന്നതാണ് മക്കളെ, നേരെ ഓപ്പോസിറ്റ് കാണിക്കുന്നതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. നേരെ ഓപ്പോസിറ്റ് കാണിക്കുന്നതാണ് നെഗറ്റീവ് ഡീവിയേഷൻ കേട്ടോ, എല്ലാം നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇനി ഈ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാർ, ഈ പേരല്ലാതെ വരുന്നതൊക്കെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ഈ പേരല്ലാതെ ഇപ്പൊ നിങ്ങൾ ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചു, നോൺ ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചു, ഇതല്ലാത്ത പേരുകളൊക്കെ എന്താണ് മക്കളെ? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. കൂടുതലായിട്ടും ആസിഡ് കണ്ടന്റ് വരുന്നതൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക. കൂടുതലായിട്ട് എന്താ പിള്ളേരെ? ആസിഡ് കണ്ടന്റ് വരുന്നവരൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ഓക്കെ, ഇത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നാളെ നോട്ട് തരുമ്പോ വായിച്ചു വെക്കാൻ മതി കേട്ടാ. ഇനി അസിയോട്രോപ്സ്. അസിയോട്രോപ്സ് എന്ന് വെച്ചാല് നമ്മള് വേപ്പർ ഫേസിലും ലിക്വിഡ് ഫേസിലും ഒരേപോലെ കോമ്പോസിഷൻ കാണിക്കുകയാണ്. നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയൊന്നും ഡിസോസിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത സബ്സ്റ്റൻസുകൾ, മീൻസ് സൊല്യൂഷൻസിനെയും മിക്സ്ചേഴ്സിനെയാണ് അസിയോട്രോപിക് മിക്സ്ചർ എന്ന് പറയാ. രണ്ട് തരം അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ആണുള്ളത്. മിനിമം ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നതും മാക്സിമം ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നതും. മിനിമം ബോയിലിംഗ് പോയിന്റ് കാണിക്കുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷനും മാക്സിമം ബോയിലിംഗ് പോയിന്റ് കാണിക്കുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷനും ആയിരിക്കും കാണിക്കുക. അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ഇപ്പോ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതായിരിക്കും മിനിമം. ഇന്റർമീഡിയറ്റ് കോമ്പോസിഷൻ ഓഫ് ലിക്വിഡ് ഹാവിംഗ് ഹയസ്റ്റ് വേപ്പർ പ്രഷർ ആയിരിക്കണം. അതുപോലെ തന്നെ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം. ബോയിൽസ് അറ്റ് ലോവർ ദാൻ ദയർ പ്യുവർ കമ്പോണൻസ് ആണ്. റെക്ടിഫൈഡ് സ്പിരിറ്റ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ഇനി അസിയോട്രോപിക് മിക്സ്ചർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പ്രഷർ എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ലെസർ ആയിട്ടാണ് കാണിക്കുക. ലെസ് വേപ്പർ പ്രഷർ, മിനിമം വേപ്പർ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അത് ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും മക്കളെ? ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. നമുക്ക് ഹയർ ദാൻ കമ്പോണൻസിനെയൊക്കെ കൂടുതലാണ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുക. വാട്ടർ, HNO3 അതൊക്കെയാണ് നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ കണ്ട. ആസിഡ് ഒക്കെ വരുന്ന സിറ്റുവേഷൻ, ആസിഡ്സ് ഒക്കെ വരുമ്പോഴാണ് നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുക. ഓക്കെ കേട്ടോ, കേട്ടോ, ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ഇവിടെ നിന്ന് ടീച്ചർ വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. കാരണം ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, പക്കാ തിയറിയാ. പക്കാ തിയറി നിങ്ങൾ വായിച്ചു നോക്കാനുള്ള കാര്യമുള്ളൂ കേട്ടാ. നോട്ട്സ് എന്ന് വായിച്ചു നോക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഗ്രാഫുകൾ, പോസിറ്റീവ് ഡീവിയേഷൻ, പോസിറ്റീവ് ഐഡിയൽ, ഇത് ശ്രദ്ധിക്കാറ് പിള്ളേരെ. ഇത് റൗണ്ട്സ്ലോയുടെയും ഗ്രാഫ് തന്നെയാണ് കേട്ടോ. പോസിറ്റീവ് ഡീവിയേഷന്റെ, ഇത് ഐഡിയൽ സൊല്യൂഷന്റെയും റൗണ്ട്സ്ലോയുടെയും ഗ്രാഫ് സെയിം ഗ്രാഫാണ്. ഇത് നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ് കേട്ടോ. അപ്പൊ നെഗറ്റീവ് ഡീവിയേഷൻ കണ്ടോ, താഴേക്കാണ് ഡീവിയേഷൻസ് കാണിക്കുന്നത് കേട്ടോ. താഴേക്ക് മുകളിലേക്ക് ഡീവിയേഷൻസ് കാണിക്കണം കേട്ടോ. ഓക്കെ, 3 സൈഡിലെ ഗ്രാഫ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ പിള്ളേരെ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കേട്ടോ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോട് ഡിപ്പെൻസ് ഒക്കെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് നേച്ചറിനോട് റെസ്പെക്റ്റീവ് ആയിരിക്കുന്ന ആൾക്കാരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, 4 ആള്. ഓക്കെ ഓക്കെ, റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല. എന്താ വരിക? P0 PA divided by P0 is equal to NB by NA. That is equal to P0 minus PA divided by P0 is equal to WB NA divided by WA MB. കേട്ടോ, ഇതാണ് ഇക്വേഷൻ, റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ ഓസ്മോസിസ് കേട്ടോ മക്കളെ, ഓസ്മോസിസ് കേട്ടോ. അപ്പൊ ഓസ്മോസിസ് എന്താ? ഫ്ലോ ഓഫ് എന്താണ്?
സ്പോണ്ടേനിയസ് ഫ്ലോ സോൾവെന്റ് ആണ് കേട്ടോ. സോൾവെന്റിന്റെ സ്പോണ്ടേനിയസ് ഫ്ലോ ആണ് കേട്ടോ. സോൾവെന്റിന്റെ സ്പോണ്ടേനിയസ് ഫ്ലോ ആണ്. സെമി പെർമിയബിൾ മെംബ്രെയിന്റെ കൂടെ എന്താണ് ഫ്രം ഡൈലൂട്ട് സൊല്യൂഷൻസ് ടു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. എന്താണ് ഫ്രം എ ഡൈലൂട്ട് സൊല്യൂഷൻ ടു കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ. ഡൈലൂട്ടഡ് സൊല്യൂഷനിൽ നിന്ന് കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക്, അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ കേട്ടോ. അതിലേക്ക് നമ്മൾ കാണിക്കുന്ന ഈ ഒരു സ്പോണ്ടേനിയസ് ഫ്ലോനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കുക. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്സിന്റെ ബ്ലാഡർ, സ്കിന്ന് റൗണ്ട് വൈറ്റ് ഓഫ് എഗ്, അതുപോലെ തന്നെ മെംബ്രെയിൻസ് റൗണ്ട് റെഡ് ബ്ലഡ് കാർപ്പുലസ്, അതർ സെൽസ്, പ്ലാന്റ്സിന്റെ സെൽസ്, ഇതൊക്കെയാണ് നമ്മൾ എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിന്. അതായത് മെംബ്രെയിൻസ് വിത്ത് മൈന്യൂട്ട് പോർ ഓർ മൈക്രോസ്കോപ്പിക് പോർ ആണ് കേട്ടോ. ആർട്ടിഫിഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. കുപ്രിക് ഫെറോസൈനൈഡ് കേട്ടോ. കുപ്രിക് ഫെറോസൈനൈഡ് കേട്ടോ. കുപ്രിക് ഫെറോസൈനൈഡ്. അതുപോലെ സ്യൂട്ടബിൾ നോൺ അക്വ സൊല്യൂഷൻസ് ആസ് ദ ഗെറ്റ് ഡിസോൾവ്ഡ്. അനദർ ആർട്ടിഫിഷ്യൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് കാൽഷ്യം ഫോസ്ഫേറ്റ്സിന്റെ ഒരു ആർട്ടിഫിഷ്യൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ട്ടോ. അപ്പോ ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. കോപ്പറിന്റെ അതുപോലെ കാൽഷ്യത്തിന്റെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ. ആ പേരുകൾ നോക്കണേ, ആ ഫോർമാറ്റിൽ നോക്കണേ, ആ മോളിക്കുലർ ഫോർമുല ഒന്ന് നോക്കണേ. ഓക്കെ ഓക്കെ മിസ്. യെസ്, അയച്ചുതരാം കേട്ടോ നാളേക്ക്. എടാ ഓസ്മോട്ടിക് പ്രഷർ ആണ് കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ നോക്കിയിട്ടുള്ളൂ. ഹൈഡ്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രഷർ ഡെവലപ്ഡ് ഓൺ ദ സൊല്യൂഷൻ ജസ്റ്റ് പ്രിവെന്റ് ദ ഓസ്മോസിസ്. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സൊല്യൂഷന്റെ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ നമുക്ക് എപ്പോഴും നമ്മൾ പറയുമ്പോൾ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്കാണ് എപ്പോഴും എന്ത് ചെയ്യണത്, നമുക്ക് എപ്പോഴും ഓസ്മോസിസ് നടക്കുക. ത്രൂവേ എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിരിക്കും ഓസ്മോസിസ് നടക്കുക കേട്ടോ. സോ ഒരു സിസ്റ്റമാറ്റിക് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻസ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ് പറഞ്ഞിരിക്കണം എന്നുള്ളൂ കേട്ടോ. അത് അത്രേ ഉള്ളൂ കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ കേട്ടോ ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്താണ് ഫസ്റ്റ് മെത്തേഡ്, ബ്രേക്ക്ലി ആൻഡ് ഹാർട്ട്ലിസ് മെത്തേഡ്, മോസേഴ്സ് ഫ്രാൻസിസ് മെത്തേഡ്, ടൗൺസൈഡ്സ് നെഗറ്റീവ് പ്രഷർ മെത്തേഡ്, വേരിയസ് മെത്തേഡ് കേട്ടോ. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മള് സൊല്യൂഷൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് കേട്ടോ. അതായത് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻ എ ഉണ്ട്, സൊല്യൂഷൻ 1 ഉണ്ട്, സൊല്യൂഷൻ 2 എന്ന് വരിക. ϕ1 is equal to ϕ2 ആണെങ്കിൽ, നിങ്ങൾ നോക്കാൻ എന്താണ് വളരെ, അതാണ് ഐസോട്ടോണിക് കേട്ടോ. ϕ1 ഗ്രേറ്റർ ദാൻ ϕ2 ആണെങ്കിൽ കൂടുതൽ ഹൈപ്പോട്ടോണിക്, കുറവുള്ളതായിരിക്കും ഹൈപ്പോട്ടോണിക് കേട്ടോ പിള്ളേരെ. അതാണ് 3 കണ്ടീഷൻ. ഐസോട്ടോണിക് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് 0.9% സൊല്യൂഷനും നമ്മുടെ ഹ്യൂമൻ RBC റെഡ് ബ്ലഡ് സെൽസും എന്ത് ചെയ്യാണ്, ഐസോട്ടോണിക് വിത്ത് ഈച്ച് അതർ ആണ് കേട്ടോ. ഓക്കെ മിസ്. ഓസ്മോസിസ് കണ്ടുപിടിക്കാനുള്ള ഒരു 3 റിലേറ്റഡ് റിലേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. അതായത് ബോയിൽസ് വാൻ ഹോഫ് ലോ വെച്ചിട്ട് ഓസ്മോട്ടിക് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ് കേട്ടോ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഓക്കെ. ഇനി ചാൾസ് വാൻ ഹോഫ് ഫാക്ടർ അനുസരിച്ചിട്ട് ഓസ്മോട്ടിക് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഓക്കെ. ആൻഡ് വാൻ ഹോഫ് ഇക്വേഷൻ ഫോർ സൊല്യൂഷൻസ് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മളനുസരിച്ചിട്ട് എന്താണ് പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ആണ് കേട്ടോ പിള്ളേരെ. നമ്മളത് ആക്ച്വലി എന്ത് പഠിച്ചിട്ടുണ്ട്, പൈ ഈസ് ഈക്വൽ ടു CRT എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചില്ലേ? CRT എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? യെസ്.
ഓക്കെ. ഓക്കെ കേട്ടോ. ഇനി അവഗാഡ്രോസ് വൺ ഓഫ് ലോ ഫോർ സൊല്യൂഷൻസ് നമ്മൾ പറയാണ്. ഈക്വൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഹാവിംഗ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഈക്വൽ നമ്പർ ഓഫ് മോൾസ് എന്തുണ്ടാവും? ഈക്വൽ വോളിയം ഉള്ള സൊല്യൂഷൻസോ എന്താണ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അതിൽ നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കും കേട്ടോ. സാധാരണ അവഗാഡ്രോ ലോ പോലെ തന്നെ പറയാണ് കേട്ടോ. ജസ്റ്റ് അത് നോക്കിയാൽ മതി കേട്ടോ. ഇനി റിലേറ്റഡ് നമ്മൾ പറഞ്ഞില്ലേ പ്രഷറും ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും തമ്മിൽ റിലേഷൻ കേട്ടോ. ഇതാണ് നോക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷറും ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ്. നോക്കി മക്കളെ, ഇതാണ് ഇക്വേഷൻ. പി നോട്ട് മൈനസ് ബി ബൈ പി നോട്ട് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു എം ബൈ ഡി ആർ ടി കേട്ടോ. ഡി ആർ ടി ഇതില് പി എം ഡി ആർ ടി എന്ന് പറയില്ലേ, ആക്ച്വലി എം ബൈ ഡി ആർ ടി എന്ന് പറയുന്നത് എം മോളാർ മാസ് ആണ്. ആർ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഡെൻസിറ്റി. അതുപോലെ തന്നെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിള്ളേരെ? ഗ്യാസ് കോൺസ്റ്റന്റ്. ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓസ്മോട്ടിക് പ്രഷർ ആയിട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കണം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓസ്മോട്ടിക് പ്രഷർ ആണ് കേട്ടോ. ഓക്കെ. ഇനി എന്താ മക്കളെ? ലാരിറ്റി. അതുപോലെ റിവേഴ്സ് ഓസ്മോസിസ് വെച്ചാൽ എന്താ? നമ്മളിപ്പോ സോൾവെന്റിൽ നിന്നാണ് ഓസ്മോസിസ് എന്ന് വെച്ചാല് സൊല്യൂഷൻ നിന്ന് സോൾവെന്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയാ? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയാം കേട്ടോ. ഇനി പ്ലാസ്മോളിസിസ് ആണ്. അതായത് നമ്മൾ ഫ്ലോ ഫ്ലൂയിഡ് ഫ്രം പ്ലാന്റ് സെൽ when placed in a hypertonic solution. Hypertonic solution നടക്കുമ്പോഴാണ് പ്ലാസ്മോളിസിസ് നടക്കുക കേട്ടോ. The plant cells undergo പ്ലാന്റ് സെൽസ് ചുരുങ്ങി പോകുന്ന സിറ്റുവേഷൻ ആണ് പ്ലാസ്മോളിസിസ് എന്ന് പറയാം കേട്ടോ. പ്ലാസ്മോളിസിസ് അതൊക്കെ ബയോളജി വേർഷൻ ആണ് കേട്ടോ. ആക്ച്വലി ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ബയോളജി വേർഷനിൽ നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റുകളാണ് ഇതൊക്കെ. ഓസ്മോസിസിൽ വന്നപ്പോൾ ജസ്റ്റ് നമ്മൾ നീറ്റ് ആയതുകൊണ്ട് ബയോളജി വേർഷൻ കൂടി നിങ്ങൾക്ക് വരുന്നതാണ്. ടീച്ചർ അത് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. എക്സോസ്മോസിസ് പുറത്തേക്കാണ് ഫ്ലോ ചെയ്യണമെങ്കിലാണ് എക്സോസ്മോസിസ് പറയാം കേട്ടോ. ഇനി എൻഡോ ഓസ്മോസിസ് ഇൻവേർഡ് ഓഫ് ഓസ്മോട്ടിക് ഫ്ലോ ആണെങ്കിൽ ഇൻവേർഡ്. സിലിക്ക ഗാർഡൻസ് ഇതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. വായിച്ചു നോക്കിയാൽ മതി. അക്നോളജ്മെന്റ് ഓഫ് റൂൾ എന്നൊക്കെ അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതൊക്കെ ടീച്ചർ നിങ്ങൾക്ക് എക്സ്ട്രാ എന്ത് ചെയ്യാൻ വേണ്ടി റീഡിങ്ങിന് വേണ്ടി തന്നിരിക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നോട്ട്സ് തരുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. ബയോളജി വേർഷൻ അതാണ്. അപ്പൊ ഇത്രയാണ് ഓസ്മോട്ടിക് പ്രഷറിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കണ്ടീഷൻ. ഇവരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാതെ പിള്ളേരെ നമുക്ക് ബാക്കി കണ്ടന്റുകൾ നമുക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോ റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷറും ഓസ്മോട്ടിക് പ്രഷറും കഴിഞ്ഞു. ഓക്കെ. പിള്ളേരെ എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളത് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്. ഒന്നുമില്ല, ഇക്വേഷൻ എന്താ? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി എം ആണ്. എബിലോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് സോൾവെന്റ് സൊല്യൂഷൻ നമ്മൾ കറസ്പോണ്ട് ആയിട്ട് തരുന്നു. അതിന്റെ ഇടയിലുള്ള ഭാഗമാണ് ഡെൽറ്റ ടി ബി. ഇൻക്രീസിംഗ് ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് when a non-volatile solute added to the solution. Okay. 1 atm അഥവാ 1.013 ബാർ വേപ്പർ പ്രഷറും ലിക്വിഡ് പ്രഷറും എന്ത് ചെയ്യാണ്? 1 atm അല്ലെങ്കിൽ 1.013 ബാറോ എത്താവുന്ന സമയത്ത് കാണിക്കുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ്സ് എന്ന് പറയാം കേട്ടോ. അറിയില്ലേ നിങ്ങൾക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? അറിയില്ലേ പിള്ളേരെ? എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഒക്കെ അറിയാലോ. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഒക്കെ അറിയാലോ. സോ അതിലൊന്നും എന്തില്ല, ടീച്ചർക്ക് ഇനി എക്സ്ട്രാ പറയാനൊന്നുമില്ല കേട്ടോ. കേട്ടോ. ഇക്വേഷൻ ആണ് ഡെൽറ്റ ടി ബി സ്ക്വയർ പ്രൊപ്പോർഷൻ മൊളാലിറ്റി വെച്ച് നമ്മൾ ചെയ്യുന്നു. നോക്കുക, വാട്ട് യു മീൻ കെ ബി? കെ ബി എന്ന് വെച്ചാൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. 1 മോളാർ സൊല്യൂഷന്റെ എന്താണ് ഡെൽറ്റ ടി ബിനെയാണ് നമ്മൾ മോളാർ എന്താ കെ ബി എന്ന് പറയും കേട്ടോ മക്കളെ. 1 മോളാർ സൊല്യൂഷൻ കാണിക്കുന്ന
എന്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് തന്നെയാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അഥവാ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് കേട്ടോ. കെ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണേ. കെ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കേട്ടോ. കെ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ RT0² LV. ഈ LV എന്ന് പറയുന്നത് റിലേഷൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് കേട്ടോ പിള്ളേരെ. റിലേഷൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. ഇത് ഓരോ സോൾവെന്റുകൾക്കും ഡിഫറെന്റ് കെബികളായിരിക്കും വരിക. വാട്ടറിന്, അതുപോലെ തന്നെ ബെൻസീന്, വാട്ടർ ബെൻസീൻ, അതൊക്കെയാണ് കെ ബി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് എന്താണ് നമുക്ക് കെ ബിസ് ആണ് വരിക കേട്ടോ. ഇക്വേഷൻസ് നോക്കിയാൽ മതി കേട്ടോ. ഇക്വേഷൻസ് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിപ്രഷൻ ഇൻക്രീസിംഗ് പോലൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അതുകൊണ്ടാണ് ഇക്വേഷൻസ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. നോക്കിയാൽ മതി അത്. ഇനി അടുത്തെന്ന് പറഞ്ഞ ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഇതുപോലെ തന്നെ ഫ്രീസിംഗ് പോയിന്റ്, ഫ്രീസ് ചെയ്യിക്കുന്നു നമ്മള്. ഫ്രീസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ ടി എഫ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു എന്ത് വരുന്നു? എം വരുന്നു. ഡെൽറ്റ ടി എഫ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു എം വരുന്നു. സോ വി ഗെറ്റ് ആൻ ഇക്വേഷൻ ഫ്രം എന്താണ് ടി എഫ്. ഓക്കെ, ഡെൽറ്റ ടി എഫ് കെ എഫ് ഇൻറ്റു എം ആ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് പുട്ട് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ഡബിൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ജസ്റ്റ് വീട്ടിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നാളെ നോട്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടും. ഇതുപോലെ തന്നെ കെ എഫ് എന്ന് പറയുന്നത് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അപ്പൊ ഡിപ്രഷൻ വരുമ്പോൾ ക്രൈ ചെയ്യില്ലേ, ഡിപ്രഷൻ വരുന്നു ക്രൈ ചെയ്യുന്നു, ക്രയോസ്കോപ്പിക്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് പറയും. 1 മോളാർ സൊല്യൂഷന്റെ ഡിപ്രഷൻ ഇൻക്രീസിംഗ് പോയിന്റ് ആണത്. അതിന്റെ LF എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ LB എന്ന് പറയുമ്പോൾ നമ്മൾ LF എന്ന് പറഞ്ഞ സാധനമാണ്. എന്താണ് ഫ്യൂഷൻ സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് കേട്ടോ LF. കേട്ടോ മക്കളെ, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് LF എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഇതുപോലെ തന്നെ അതിന്റെ എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഫാക്ടർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഓസ്മോട്ടിക് റിലേഷൻ വിത്ത് ഓസ്മോട്ടിക് പ്രഷറും മറ്റു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും നമ്മുടെ റിലേഷൻസ് ആണ് കേട്ടോ. പൈയുടെ റിലേഷൻ കേട്ടോ, പൈയുടെ റിലേഷൻ. ഇതൊക്കെ ഇക്വേഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. റിലേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഡയറക്റ്റ് റിലേഷൻ ക്വസ്റ്റ്യൻസ് വരിക. ഡയറക്റ്റ് റിലേഷൻ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഡയറക്റ്റ് റിലേഷൻ ക്വസ്റ്റ്യൻസ്. അത് ഡെറിവേഷൻസ് ഒന്നും പഠിക്കണ്ട, അത് എങ്ങനെ ഡിറൈവ് ചെയ്തൊന്നും പഠിക്കണ്ട കേട്ടോ നിങ്ങള് കേട്ടോ മക്കളെ. ഓസ്മോട്ടിക് പ്രഷറും മറ്റെല്ലാവരും ആയിട്ടുള്ള റിലേഷൻസ് ആണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, യെസ് മാം. അബ്നോർമൽ മോളിക്കുലർ മാസ്. അതുപോലെ നമ്മളിപ്പോ ഒരു സൊല്യൂട്ട് എവിടേക്ക് ആഡ് ചെയ്യുന്നു, നമ്മളൊരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോ ആ സൊല്യൂട്ടിനെ ഡിസോസിയേഷൻ നടക്കാം, ചിലപ്പോ ആ സൊല്യൂഷനെ അസോസിയേഷൻ നടക്കാം. ഡിസോസിയേഷൻ അസോസിയേഷൻ നടക്കുമ്പോഴും ഉണ്ടായിരുന്ന സൊല്യൂട്ടുകളുടെ മോളാർ മാസിനെ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് നമ്മള് തിയററ്റിക്കലി ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നതും പ്രാക്ടിക്കലി കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നൊരു മോളിക്കുലർ ഫോർമുല, മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഈ ഡിസോസിയേഷൻ ഉണ്ടാകുമ്പോഴും അസോസിയേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മോളിക്കുലർ മാസിന്റെ ചേഞ്ച് അത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിനെ എഫക്ട് ചെയ്യും. പക്ഷെ നമ്മൾ തിയററ്റിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ഒരു സൊല്യൂട്ട് ഇതാണെങ്കിൽ ആ സൊല്യൂട്ടിന്റെ മാസ് ഇതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം. സൊല്യൂട്ട് ഇതാണ്, അതിന്റെ മാസ് ഇതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ പറയാം, ഈ മോളാർ മാസിന് ഒരു തെറ്റുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുക. അതായത് അബ്നോർമാലിറ്റി ഓഫ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഡ്യൂ ടു അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ആണ് പറയാം. അതായത് ഡിസോസിയേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇതുപോലെ സ്പ്ലിറ്റ് ആവുകയും അസോസിയേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇതുപോലെ ഡൈമറുകളായിട്ട് കമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നു. ആ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് മോളാർ മാസിന് ഒരു അബ്നോർമാലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ അബ്നോർമാലിറ്റി ഉണ്ടല്ലോ പിള്ളേരെ, ഈ അബ്നോർമാലിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അബ്നോർമാലിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടർ ആണ് വൺ ഹോഫ് ഫാക്ടർ. നോർമൽ മോളിക്കുലർ മാസും ഒബ്സർവ്ഡ് മോളിക്കുലർ മാസിന്റെ റേഷ്യോ, ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും റേഷ്യോ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റഡ് അസോസിയേറ്റഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ആ റേഷ്യോസിനെയാണ് വൺ ഹോഫ് ഫാക്ടർ എന്ന് പറയാം.
ഈ വൺ ഹാഫ് ഫാക്ടർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് ടീച്ചർ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു അബ്നോർമാലിറ്റി ഓഫ് മോളിക്കുലർ മാസ് ഉണ്ടാകാമെന്ന് ടീച്ചർ പറഞ്ഞില്ലേ, ദർ ഈസ് എൻ അബ്നോർമാലിറ്റി ഓഫ് മോളിക്കുലർ മാസ്. ഈ അബ്നോർമാലിറ്റി ഉണ്ടാകാം എന്നുള്ള പറയുന്ന ആ സിറ്റുവേഷനിൽ അത് എന്ത് ചെയ്യാൻ വേണ്ടി, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മക്കളെ, നമ്മൾ അബ്നോർമൽ മോളിക്കുലർ മാസ് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാക്ടർ ആണ് വൺ ഹാഫ് ഫാക്ടർ. കേട്ടോ, ഇക്വേഷൻസ് ഇതാണ് കേട്ടോ. ഇക്വേഷൻസ് ഇതാണ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ദ ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, കേട്ടോ പിള്ളേരെ, ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ. കാരണം നമുക്ക് ഡിസോസിയേഷൻ നടക്കുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ ആൽഫ ഇസ് ഈക്വൽ ടു I-1 ഡിവൈഡ് ബൈ M-1 ആണ് കേട്ടോ. ഇനി ഡിഗ്രി ഓഫ് അസോസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് I-1 ഡിവൈഡ് ബൈ 1/n-1 ആണ്. ഇതില് ഈ n എന്ന് പറയുന്ന നമ്പർ ഓഫ് അയോൺസ് ഇലക്ട്രോലൈറ്റിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇലക്ട്രോലൈറ്റിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇവിടുത്തെ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈമർ വരുമ്പോ, 1/3 ട്രൈമർ വരുമ്പോ, 1/4 ടെട്രാമർ വരുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എത്ര മോൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് അസോസിയേഷൻ നടക്കുന്നത്. അതിന്റെ റേഷ്യോ ആണ് എന്ന് പറയുന്നത് 1/m അതുപോലെ പറയുന്നത് കേട്ടോ പിള്ളേരെ. കേട്ടോ, ഇനി ഡിസോസിയേഷൻ അസോസിയേഷൻ കോൺസ്റ്റന്റ് KD C∝² - 1 - ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനോ ഡിഗ്രി ഓഫ് അസോസിയേഷനോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റോ അസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. അതാണ് KD. ഓക്കെ. Hey all, I'm Dr. Jesse Sajan. I graduated from Batumi Shodarostawali State University as a 2017 batch. I got cleared in FMG in last year 2023 December session. Actually now I am working in Paripalli Government Medical College, Kollam in Kerala. Today is Sunday and today I have a duty as anesthesia HS, anesthesia house agent. So I should be here the whole day plus tomorrow morning. Yeah, so that's it. Bye.